ഹലോ, ഞാൻ നിങ്ങളുടെ അയനമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നത്തെ കഥ എന്താണെന്നല്ലേ, കഥയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ടെലിയിലും പുതിയൊരു കഥയുടെ അതായത് പച്ചയ്ക്ക് കേൾക്കാനായിട്ട് നമ്മളൊരു സൈറ്റും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും ജോയിൻ ചെയ്യാത്തവർ ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും ഇഷ്ടമാവും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വന്നാലോ. എൻ്റെ പേര് അക്ഷയ്, 27 വയസ്സുണ്ട്. അച്ചു എന്നാ വീട്ടിൽ വിളിക്കുക. അച്ഛൻ മുരുകൻ, 72 വയസ്സുണ്ട്, റിട്ടയർഡ് ഫയർഫോഴ്സ് ജീവനക്കാരൻ. അമ്മ ശാന്ത, 57 വയസ്സുണ്ട്, സ്കൂൾ ഹെഡ് മിസ്റ്ററായിട്ട് റിട്ടയറായി. പിന്നെ എൻ്റെ ചേട്ടൻ വിനു, 31 വയസ്സുണ്ട്, ചിത്രകലയോടാണ് കമ്പം. വരുമാനം കുറവാണെങ്കിലും ഫാഷൻ ഫോളോ ചെയ്തിങ്ങനെ നടക്കുക. ഇനി ഞാൻ ഇളയ സന്താനം, ജോലിക്ക് പോയിടത്തെല്ലാം 1 വർഷം തികയ്ക്കാത്ത ഒരച്ചടക്കവും ഇല്ലാത്തൊരു ലൈഫ്. 10 വരെ സ്കൂൾ ഫസ്റ്റായിരുന്നു ഞാൻ. ഇപ്പോൾ ജീവിതത്തിൽ ശരിക്കും വട്ടപ്പൂജയാണ്. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ വാശി അഹങ്കാരവും തന്നെ. അച്ഛനൊരു പാവം. അച്ഛന് അമ്മയെ ജീവനാണ്. അമ്മയ്ക്ക് വയ്യാതായാൽ പിന്നെ അച്ഛൻ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. അമ്മയ്ക്ക് അച്ഛനെ വളരെ ബഹുമാനം തന്നെയാണ്. അങ്ങനെ കാലം പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു. അമ്മയ്ക്ക് പണ്ട് മുതലേ എന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരിക്കൽ ഞാൻ ഹാളിലിരിക്കുമ്പോൾ അമ്മ വന്ന് എൻ്റെ കൈത്തണ്ടി തലോടി പറഞ്ഞു, അച്ചു നീ വലിയ കുട്ടിയായി, കണ്ടില്ലേ നിൻ്റെ കയ്യിലെ രോമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ തട്ടവിക്കൊണ്ടിങ്ങനെ പറഞ്ഞു. ഞാൻ അന്നേരം ഒന്ന് ചിരിച്ചു. ഇന്നാണ് അതെന്താണെന്ന് എനിക്ക് തിരിച്ചറിവ് കിട്ടിയത്. അച്ഛൻ്റെ കറുത്ത നിറവും അമ്മയുടെ മുഖശ്രീയും കാരണവന്മാരുടെ കിട്ടിലും ജീനുകളും പ്രവർത്തിച്ചു തുടങ്ങിയതോടെ പെണ്ണുങ്ങളുടെ നോട്ടം എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. നാട്ടിലും സ്കൂളിലും ഒരുപോലെ ലൈൻ വലിച്ച് ഞാൻ അർമ്മതിച്ചൊരു കാലം അതൊക്കെ കഴിഞ്ഞു. 1 വർഷം മുന്നേ നടന്ന വിവാഹം, അതെ അനു, അവളുടെ ഒഴിവാക്കൽ, തുടർന്ന് അവളുടെ വിവാഹം എനിക്ക് തന്ന ആഘാതം ലഹരിയുടെ ലോകത്തേക്ക് എന്നെ നയിച്ചു. മദ്യം, കഞ്ചാവ്, കിട്ടുന്നതെല്ലാം വലിച്ചു കയറ്റി താൻ എന്താണെന്ന് എന്തൊരു ഇതില്ലാണ്ടൊരു ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കെ എൻ്റെ കൂട്ടുകാരിലൊരു പിളർപ്പ് സംഭവിച്ചു. കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഒരു കൂട്ടുകാരൻ ഫേക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് അവൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് ചെയ്യുന്നത്രേ. ബാക്കിയെല്ലാവരും അവൻ ഇനി കൂട്ടണ്ടെന്ന് തീരുമാനിച്ചു. അവൻ്റെ അമ്മ അതൊക്കെ തന്നെയാണ്. കൂടുതലൊരുത്തൻ്റെ കയ്യിൽ തെളിവുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാനായില്ല. പക്ഷേ ഉള്ളിൽ ഒരു ഇതായിട്ടിരുന്ന എനിക്ക് ഇതൊരു പുതിയ ടേൺ ഓൺ ആയിരുന്നു. എല്ലാവരും കൂടുമ്പോൾ അവനെ പറ്റി പറയുമ്പോൾ ഞാൻ കൂടുതൽ തെറി പറയും. ഉള്ളിൽ ഞാൻ അവൻ്റെ അമ്മയുടെ എന്താ പറയുക അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൊണ്ട് അന്ന് നന്നായി ഒന്നിതാക്കി. വീട്ടിലേക്കുള്ളതും വാങ്ങി ബൈക്കെടുത്ത് വെച്ച് പിടിച്ചു. അങ്ങനെ വീട്ടിലെത്തി. രാത്രി 10:30 ഞാൻ കോളിംഗ് ബെല്ലടിച്ചു. വാതിലും തുറന്നു. ഞാൻ പതിവ് പോലെ മണം പിടിക്കാതിരിക്കാൻ മുഖമൊക്കെ കഴുകിയിട്ടാണ് വന്നത് തന്നെ. സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ വാതിൽ തുറന്ന് ആരായാലും അവിടെ നിന്ന് മാറിപ്പോക്കും. ആ സമയം കൊണ്ട് ഞാൻ കയറിപ്പോകും. എന്നാൽ ഇന്ന് അമ്മ വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട്. ഞാനാണേ നല്ല രീതിക്ക് അതൊക്കെ തന്നെ എന്താ പറയുക, മുഖത്ത് നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മുഖം താഴ്ത്തി എൻ്റെ കണ്ണ് ചെന്ന് നിന്നത് അമ്മയുടെ അവിടെ തന്നെ. ഒരു 36-38 അല്ല മക്കളെ, ഒരു 42-44 അത്രയെങ്കിലും ഉണ്ടാവും. ഞാനൊന്ന് കണ്ണ് മാറ്റി നോക്കി. അമ്മേനെ നോക്കി നിൽക്കുന്നു. ഞാൻ വേഗം ഉള്ളിലേക്ക് കയറി വെള്ളം കുടിച്ചു. തൊണ്ട വരണ്ടിരിക്കുകയായിരുന്നേ. തിരിഞ്ഞ് അമ്മേനെ നോക്കി. അമ്മ വാതിലടയ്ക്കുക. കൈൻ്റെ അവിടെയൊക്കെ നല്ല ഇതായത് കാരണം മുടിയൊക്കെ താഴെ വരെ ഉണ്ട് താനും. എല്ലാം കൊണ്ട് കാണാൻ നല്ല ചേല. ഗോതമ്പിൻ്റെ നിറം അമ്മയ്ക്ക്. താഴെ ഇങ്ങനെ കുറ്റിയിടാൻ കുഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാണാമല്ലോ. ഡ്രസ്സ് നല്ല ടൈറ്റായി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ അറിയാൻ പറ്റില്ലേ, അതൊക്കെ തന്നെ. എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോയെന്നൊരു സംശയം. ഞാനങ്ങനെ പല വിധേന കൺട്രോൾ വീണ്ടെടുത്ത് റൂമിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അമ്മ എന്നെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു.
ഇനി നമുക്ക് നമ്മുടെ അമ്മേനെ കുറിച്ച് അറിയണ്ടേ. അമ്മ ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരി, എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വം, ശാന്ത ടീച്ചർ, ഒരു മീഡിയം തടി, കാഴ്ചയിൽ നല്ല രീതിക്കുണ്ട്. അതൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അമ്മ ഒരു അച്ചായത് തന്നെ അവരുടേത് പോലത്തെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അച്ഛൻ അമ്മ ഡ്രസ്സ് മാറുമ്പോൾ എന്തെങ്കിലും അവശതാക്കിയ ഭാഗ്യം ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. കുറച്ചൊക്കെ കാണാനൊക്കെ നമുക്കതേ വിധിച്ചിട്ടുള്ളൂ അല്ലേ. നമ്മുടെ പഴയ നടി ചിത്രയില്ലേ, ആളെ പോലെ കേട്ടോ, ഏകദേശം ആ ദേവാസുരത്തിലെ അത് തന്നെ. കൂട്ടുകാരൻ്റെ ആ പരിപാടി എന്നിലും മാറ്റങ്ങൾ വരുത്തി. ക്ഷീണത്തിൽ മയങ്ങി ഞാൻ പിറ്റേ ദിവസം കാലത്ത് തന്നെ ഒരു ഇതൊക്കെ അടിക്കാനായിട്ട് സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. കത്തിച്ചു, കാലത്ത് നല്ല ഓണായി. കൂടാതെ അതൊക്കെ ഇങ്ങനെ ശരിക്കും സെറ്റാക്കി നിൽക്കുക. പുറത്തെ ശബ്ദം കേട്ട് ഞാൻ ജനാല തുറന്നു. അമ്മ അവിടെ മുറ്റടിക്കുന്നുണ്ട്. ഞാനാണേ മുകളിലത്തെ റൂമിലാണേ. അപ്പോൾ മുകളിലത്തെ എൻ്റെ മുറിയുടെ ജനാല കുറച്ച് തുറന്ന് വെച്ച് ഞാനിങ്ങനെ നോക്കി. ഒരു കയ്യിൽ ചെറിയ സിഗരറ്റൊക്കെ പുകച്ചുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ എന്താ, മാക്സിക്ക് അരക്കത്ത് കുത്തിവെച്ച് അമ്മതെ മുറ്റടിക്കുന്നു. ഇന്നലെ എന്നെ നല്ലവണ്ണം ഇതാക്കി അതേ വെള്ള മാക്സി. അപ്പോൾ ഇങ്ങനെ അരക്കോട്ട് കുത്തിവെക്കുമ്പോൾ കാലുകളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും കാണാൻ പറ്റുമല്ലോ. അമ്മ പെട്ടെന്ന് എനിക്ക് പുറംതിരിഞ്ഞ് ആ കുത്തിച്ചൂല് അതിങ്ങനെ ഇതാക്കി വന്നപ്പോൾ, മുറ്റടിക്കുമ്പം പിന്നെ ഏത് വക സീനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എല്ലാവരും നോക്കി വെള്ളമിറക്കുന്നതായിരിക്കുമല്ലോ, ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആ കാഴ്ചയൊക്കെ കണ്ടുനിന്ന് ഒരു ഇരയെ കണ്ട പോലെ ഞാനിങ്ങനെ നോക്കി നിന്ന് പോയി. ഞാനാണേ ഒരു മായിക ലോകത്താണെന്ന് തോന്നിപ്പോയി. കൂട്ടുകാരൻ്റെ അമ്മ ആ ആൻറ്റിയുടെ മുഖവും എൻ്റെ മനസ്സിലൂടെ ഫ്ലാഷ് ചെയ്തു പോയി. എൻ്റേത് ഒന്നും കൂടെ എന്നതായി. ഞാൻ അമ്മയെ നോക്കിക്കൊണ്ടേയിരുന്നു. അതിലൊന്നും ഇതാക്കിയില്ല കേട്ടോ. പക്ഷേ അവരുടെ എൻ്റെ മൈൻഡ് പോലും ചെയ്യാതെ ഒന്ന് സെറ്റായിട്ട് നിൽപ്പു. ഒന്ന് ഇതാക്കണമെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നൊരു കാരണമാണെന്ന് എനിക്ക് എന്താ പറയുക, എനിക്കൊരു വാശിയായിരുന്നു. പിള്ളമനം തള്ളറിഞ്ഞത് കൊണ്ടുവന്നോ അമ്മ തിരിഞ്ഞു. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. നേരിയ ഉറക്കച്ചടവിലും ആ മുഖത്തൊരു ചെറുപ്പക്കാരുടെ ചുറുചുറുക്കായിരുന്നു. അമ്മ കൈവിരൽ കൊണ്ട് മൂക്കുത്തിയൊന്ന് ഇളക്കി ഉറപ്പിച്ചു. അടുത്ത നീക്കം ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തതായിപ്പോയി. അമ്മ രണ്ടിലും ഇതാക്കി ഒന്ന് സെറ്റാക്കി. ക്ലിയറായിട്ട് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ക്ലിയറൊക്കെ നമുക്ക് തിരിയിലും അതിലൊക്കെ ഇടാം. അപ്പോൾ ലിങ്ക് നോക്കിയാൽ മതി. എന്നിട്ട് രണ്ട് കൈ ഇങ്ങനെ മുന്നിലേക്ക് ഇതാക്കി ആ ഒരു ഇതിനെ നല്ല വെള്ളം ഇതാക്കി. ആ ഭാഗത്തിങ്ങനെ നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ടേ. ഒരു സ്വർണ്ണ താലിമാല അതിങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നത് എവിടെ ആയിരിക്കും, അതൊക്കെ എനിക്ക് കാണാം. ആ താലിമാലയുടെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഓരോ നമ്മൾ കാട്ടിക്കൂട്ടുമ്പോൾ ഇനി എന്ത് എന്നുള്ള ആകാംക്ഷയോടെ ഞാൻ അതിങ്ങനെ പിടിച്ച് നിൽക്കുക. എനിക്കാണെ ഒടുക്കത്തേതും എന്നുവെച്ചാൽ കഞ്ചാവ് അടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ കാത്തിരുന്ന കാഴ്ച അമ്മതേ എനിക്ക് മുന്നിൽ ചൂലും കൂട്ടി പിടിച്ച് ഒന്നിതായി. എൻ്റെ വാ തുറന്നു പോയി. അമ്മയുടെ സുന്ദരി ഇത് ആ താലിമാലയുടെ അകമ്പടിയോടെ എൻ്റെ മുന്നിൽ വീണ് തുളുമ്പി. ഈ കാഴ്ച ഇത്ര നാളും മിസ് ചെയ്തതിന് ഞാൻ എന്നെ തന്നെ തെറി പറഞ്ഞു. വലത്തെ കയ്യിൽ അതിൽ നിന്നും ആഞ്ഞിരുത് പഫ് എടുത്ത് ഇടത്തെ കൈയിൻ്റെ ഇങ്ങനെ ആക്കി ഞാനൊരു സെറ്റായിട്ടൊരിതങ്ങാക്കി. ഓരോ ഇത് മുന്നോട്ട് വെക്കുമ്പോഴും തെളിഞ്ഞ് കാണുന്ന അതൊക്കെ എന്ത് രസമാണെന്നറിയോ. നോട്ടം പൂർണ്ണമായും മുകളിലേക്ക് തന്നെ അമ്മയുടെ ഓമനത്ത് തുളുമ്പുന്ന മുഖത്തേക്ക് കേന്ദ്രീകരിച്ച് ഞാനിങ്ങനെ എൻ്റെ പരിപാടി അവിടെ നിന്നങ്ങ് നടത്തുക. അമ്മയുടെ ഇടുപ്പിൽ കൈവച്ചൊന്ന് ഒഴിയാൻ മനസ്സിതാക്കി. അങ്ങനെ ചെയ്തുകൊണ്ട് നല്ലവണ്ണം ആക്കി മുറ്റടിച്ച് കഴിയുന്നത് വരെ ഞാൻ ഇങ്ങനെ നിന്നു. അമ്മ വീടിൻ്റെ സൈഡിലുള്ള പൈപ്പിലേക്ക് നടന്നു. എൻ്റെ മുറിയുടെ സൈഡിൽ താഴെയാണ് പൈപ്പ്. അമ്മ കൈയൊക്കെ കഴുകി കാല് തേക്കാൻ കുനിഞ്ഞപ്പോൾ പുറത്തിൻ്റെ അഴക്.
അമ്മ ഓരോന്ന് കാട്ടും തോറും എൻ്റെ ഒരു വീണ്ടും വീണ്ടും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം എൻ്റെ സ്വന്തം അമ്മയെ നോക്കി എൻ്റേത് പ്ലിങ്ങെന്നായി. എൻ്റെ ചുമരിലും കയ്യിലും ഒക്കെയായി. ശരിക്കും നല്ല കട്ടിക്ക് ഇത്രയധികം ആദ്യമായിട്ടായിരുന്നു പോയത്. ഒരു പക്ഷേ എൻ്റെ ഇണയെ ഞാൻ കണ്ടെത്തിയെന്ന് അവന് തോന്നിക്കാണും. പെട്ടെന്ന് ആലോചനയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും അമ്മ പോയിരുന്നു. മനസ്സിൽ 1000 ഉമ്മകൾ അമ്മയ്ക്ക് കൊടുത്ത് ഞാനൊന്ന് ഫ്രഷ് ആവാൻ കയറി. ഞാൻ എന്തായി ചെയ്ത് കൂട്ടിയത്? അതെ, കുറ്റബോധം ഒരു നേർത്ത കാറ്റ് പോലെ എന്നെ വന്നടിച്ചു. ഇനിയില്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം കെട്ടിറങ്ങാനായി എൻ്റെ തലകൂടൊന്ന് നനച്ച് കുളിച്ചിറങ്ങി. തോർത്തരയി ചുറ്റി എൻ്റെ വലിയ കണ്ണാടിക്ക് മുന്നിൽ ഞാൻ ചെന്നു നിന്നു. ബോഡി നന്നായി ക്ഷീണിച്ചു. ഞാൻ എൻ്റെ മസിലുകളൊക്കെ ഒന്ന് ഫ്ലെക്സ് ചെയ്തു. ഷോൾഡറും ചെസ്റ്റും വിങ്സും. ഞാൻ എൻ്റെ ഫേവറേറ്റ് പാർട്ട് എൻ്റെ ട്രൈസെപ്സ്. ഒന്നും പോയിട്ടില്ല. മൊത്തത്തിലൊന്ന് നോക്കി. ഒരു ഷോർട്ട്സും പിന്നെ കയ്യില്ലാത്തൊരു ബന്നീനും എടുത്തിട്ടു. മുറ്റത്താണേ കാർ ഓണാക്കുന്ന ശബ്ദം. ഞാൻ നോക്കുമ്പോൾ അത് ഗേറ്റ് കടന്നു കഴിഞ്ഞു. ഇന്ന് 1-ാം തീയതി അച്ഛനൊരു അമ്പലത്തിൽ എല്ലാ മാസവും പോകും. ഒന്നെങ്കിൽ ഞാനല്ലേ ചേട്ടൻ കൂടെ പോകും. അച്ഛൻ ഡ്രൈവിംഗ് വശമില്ലേ. റോഡിലേക്ക് ടേൺ ചെയ്ത് പോകുന്നതൊന്ന് നോക്കി. കള്ളം, പുതിയ വണ്ടി, ന്യൂ ഇയറിൻ്റെ എടുത്തതാ. ഫുൾ ഓപ്ഷനും ഓട്ടിങ്ങ. പൊടിയൊന്നൊതുക്കിയിട്ട് ഞാനങ്ങനെ ചെന്നു താഴേക്ക്. നേരെ അടുക്കളയിലേക്ക് വിട്ടു. അമ്മ, എന്താ കഴിക്കാനേ? അമ്മ തിരിഞ്ഞ് ദോശ ഉണ്ടാക്കുന്നു. കുളിച്ച് സുന്ദരിക്കോരയായിട്ട് നിൽപ്പ്. തലയിൽ തോർത്ത് കട്ടി വെച്ചിട്ടുണ്ട്. കിഴക്ക് നിന്നുള്ള സൂര്യൻ്റെ വെളിച്ചം കാരണം നിറം പൊടിക്ക് കൂടിയ പോലെ. ചെവിയിലെ സ്വർണ്ണക്കമ്മലും കഴുത്തിൽ ഒട്ടിപ്പിടിച്ചെടുക്കുന്ന സ്വർണ്ണമാലയും. അതിന് നനവാടി ഇപ്പോഴും പോയിട്ടില്ല എന്ന് തോന്നുന്നു. ആ വാഴക്കാമ്പ് വെച്ച് വെളിച്ചെണ്ണ ദോശക്കല്ലിൽ വട്ടത്തിൽ തേക്കുമ്പോൾ അതും ഇങ്ങനെ തുള്ളി തുളുമ്പുന്നത് എനിക്ക് നോക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അമ്മ ഒന്ന് തിരിഞ്ഞിട്ട് നോക്കി. നീ എന്താ ഇവിടെ? പോയിരുന്നു, ഞാൻ കൊണ്ടുവരാം. അല്ലെങ്കിലും പണ്ടേ അമ്മ ഇങ്ങനെയാ. ആണുങ്ങൾ അടുക്കളയിൽ കയറണ്ടെന്ന് പറഞ്ഞ് ആരെയും അടുപ്പിക്കില്ല. ഇത് എൻ്റെ ആരെയാണെന്ന് പറയും. ഞാനൊന്ന് കടഞ്ഞ് നോക്കിയിട്ട് ശരി അമ്മ, ശരിയമ്മ എന്നും പറഞ്ഞ് ഹോളിലേക്കങ്ങ് വരഞ്ഞു. ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നു. TV ഓൺ ചെയ്തു. ചാനലിൽ ഒരു ലവ് സോങ്ങൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. അമ്മ അപ്പോഴേക്കും വന്ന് ഫുഡും ചായയും മേശപ്പുറത്ത് വെച്ചു. നല്ല വിശപ്പ്. ഞാൻ കഴിച്ചു തുടങ്ങി. അമ്മ പോയിട്ടില്ല. വിരൽ കൊണ്ട് മേശമേൽ പതുക്കെ താളം പിടിച്ച് നിൽക്കുക. എൻ്റെ അച്ചു, അതൊന്ന് ശബ്ദം കുറച്ച് വെച്ചേ നീ. ഞാൻ എൻ്റെ എന്നുള്ള ഭാവത്തിൽ അമ്മയെ നോക്കി. അവസാനം കൈ എത്തിച്ച് അമ്മ റിമോട്ട് എടുക്കാനാഞ്ഞു. കുളിച്ചിറങ്ങിയ അമ്മയുടെ ആ ഒരിത് ഞാൻ ശരിക്കും ഇതാക്കി. അമ്മ ശബ്ദം കുറച്ച് വെച്ചു. എന്നിട്ട് ഇങ്ങനെ കുഞ്ഞിന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്താ അച്ചു ഇങ്ങനെ ക്ഷീണിച്ച് വരണ്ടേ? നിൻ്റെ മുഖം നോക്ക്, കവളൊക്കെ ഒട്ടുന്നുണ്ടല്ലോ, എന്താ കാര്യം? ഞാനൊന്ന് ഞെട്ടി. എന്നാലും പുറത്ത് കാണിച്ചില്ല. ഒന്നുമില്ല അമ്മേ, കളിച്ചിട്ടാ. ഫുട്ബോളല്ലേ, കുറച്ചൊക്കെ കോലം കിട്ടും, കാര്യമാക്കണ്ട. അമ്മ ഒന്ന് ഇരുത്തി മൂളി. ഇന്നലെ നീ വന്നപ്പോൾ നല്ല സ്മെല്ലായിരുന്നല്ലോ. അതും കളിയുടെ ഭാഗമാണ് അല്ലേടാ? ഞാനൊന്ന് പരിങ്ങി. അമ്മ ഒന്ന് പോയിക്കേ, എനിക്കിത് കഴിക്കാൻ സമാധാനം വേണം. സമാധാനമോ? നിനക്ക് എന്തിനാണ് ഇവിടെ ഒരു കുറവ്? കണ്ണി കണ്ടത് വലിച്ചു കയറ്റാനല്ല ഞാൻ കഷ്ടപ്പെട്ട് നിന്നെ ഈ ഊട്ടി വലുതാക്കിയത്, കേട്ടല്ലോ. കഴിഞ്ഞ ആഴ്ച നീ കണ്ണ് ചൊറിച്ച് വന്നപ്പോൾ എനിക്ക് എന്ത് സങ്കടമാണ് വന്നതെന്നോ. അന്ന് ഞാൻ കരയാറായിരുന്നു, നീ കണ്ടതല്ലേ. എൻ്റെ കണ്ണിലെന്തോ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ നെഞ്ച് പിടിച്ചു. ഇന്നലെ എനിക്കെല്ലാം മനസ്സിലായത്. ആ മുടിയും ചെക്കനുമായിട്ടുള്ള കൂട്ട് നീ വിട്ടേക്ക്, കേട്ടല്ലോ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തിരിഞ്ഞ് നോക്കില്ല, കേട്ടല്ലോ. തൽക്കാലം ഞാൻ അച്ഛനോട് പറയുന്നില്ല. നീ ഇനി ഇത് ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും പറയും. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കളയണ്ട നീ. ഞാൻ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കിയിരുന്നു. കൈയൊന്ന് കുടഞ്ഞെണ്ണീറ്റു. എടാ കഴിക്കടാ. അമ്മ എൻ്റെ കൈക്ക് കയറിയതാക്കി. അതിനകത്ത് മനസ്സിലുണ്ടായ ദേഷ്യവും പേടിക്കപ്പെട്ടതിൻ്റെ വിഷമവും ഒരുമിച്ച് അങ്ങനെക്ക് വന്നു. ഞാൻ അമ്മയുടെ കൈ തട്ടി നിലത്തേക്ക് ഇതാക്കി. അത് നേരെ പേടിച്ചത് ടേബിളിലേക്കാണ്. ഞാനൊന്ന് പകച്ചു. അമ്മ മറ്റേ കൈ കൊണ്ട് വാപത്തി കരയാൻ പോകുന്ന പോലെയായി. എല്ലാം കൊണ്ട് എനിക്കാകെ വെപ്രാളമായി. ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് ചേട്ടന്മാരുടെ അമ്മയ്ക്ക് അറിയാമല്ലോ. അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് സന്തോഷമുള്ളൂ. എൻ്റെ കാര്യം അങ്ങനല്ലല്ലോ. അമ്മ
അമ്മ കണ്ണി കെട്ടിക്കിടക്കുന്ന കണ്ണീര് വെച്ച് എന്നെ ഒന്ന് നോക്കി നിന്നു. മൂക്ക് ചുവന്ന് മുഖം വീർപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയെ തള്ളി മാറ്റിക്കൊണ്ട് ആ കോണിച്ചുവട്ടിലെ വാഷ് ബേസിനിലേക്ക് നടന്നു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നീ ബാംഗ്ലൂരിൽ പോയി 3 മാസം ആകുമ്പോഴേക്കും അവിടെ പറഞ്ഞില്ലേടാ നിന്നെ വേണ്ടാന്ന്. അമ്മ ദേഷ്യം കൂട്ടി പറഞ്ഞു. നീ നാട്ടിൽ നിന്ന് പോണതിന് മുന്നേ അവളത് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് നീ എന്നെ. ശരിയാ, അവൾ പണ്ടേ എനിക്കിഷ്ടമല്ല. ഈ വീട്ടിലേക്ക് അവൾ വരുന്നത് എനിക്ക് വാശിയുണ്ടായിരുന്നു. എന്നാൽ അവളായിട്ട് തന്നെ ഒഴിഞ്ഞുപോയി. ഓ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താ? ഞാൻ പോവാ, രാത്രി വരും. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ശരി, ആ മുടിയൻ ചെക്കൻ കാത്തിരിക്കുന്നുണ്ടാവും. ഇന്നലത്തെ പോലെ നിൻ്റെ വരവെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും മോനെ. ഞാൻ മുകളിൽ ചെന്ന് വാതിലടച്ച് ഒച്ചത്തിൽ തന്നെ കണ്ണാടി നോക്കി. അച്ചു, നീ എന്തിനാടാ ഇപ്പോഴും ഇങ്ങനെ സ്നേഹിക്കുന്നേ? കൈ കിട്ടിയ ഷർട്ടും പാൻറ്റും വലിച്ചു കയറ്റി ബൈക്കിൻ്റെ ചാവിയും പേഴ്സും എടുത്ത് ഞാനങ്ങ് ഇറങ്ങി. വാതിൽ തുറന്നപ്പോൾ മുന്നിലമ്മ. നീ മുഖം കൊടുത്തില്ല, നീ എവിടേക്കും പോണില്ല. അമ്മ എൻ്റെ ഇടത്തെ കൈക്ക് കയറി പിടിച്ചു. ഞാൻ വീടിക്കണമെന്ന് കൈ കുടഞ്ഞു. അമ്മ കൈ നല്ല മുറുക്കി. എനിക്ക് ചെറുതായിട്ടാണ് വേദനയൊക്കെ വന്നു. എന്നെ വിടമ്മേ, ഞാൻ കരത്തി പറഞ്ഞു. അമ്മയൊന്ന് ഞെട്ടി, എന്നാലും പിടി വിട്ടില്ല. ഞാൻ ഒറ്റ കൈക്ക് അമ്മയുടെ കൈത്തണ്ട പിടിച്ചമർത്തി. അമ്മ പിടി വിട്ടു. കലങ്ങിയ കടൽ ഇപ്പോൾ ദേഷ്യമില്ല, ആകെ ഒരു വിഷമം മാത്രം. പൊക്കോ, എന്നെ നോക്കാതെ, അമ്മ പതുക്കെ പറഞ്ഞു. അങ്ങനെ സമയം 11 മണിയായി. ബൈക്കെടുത്ത് നേരെ വച്ച് പിടിച്ചു അജൻ്റെ വീട്ടിലേക്ക്. എൻ്റെ അമ്മയ്ക്ക് അവനൊരു അധോലോകമായിരുന്നുവെങ്കിലും ആളൊരു പാവമാണ്. എന്നാൽ ചങ്കൂറ്റത്തിൽ അവന് കഴിഞ്ഞുള്ളൂ. അത് ഞാൻ സമ്മതിക്കും. ന്യൂ ഇയറിലെ ആരംഭിൽ നാട്ടിൽ മെയിൻ ടീമായ പുല്ലൻകുളം ചേട്ടന്മാരുടെ വീട് കയറി കൂട്ടത്തിനടുത്തും കൂട്ടായി. അവൻ വെള്ളപ്പുറത്ത് വെല്ലുവിളിച്ചു. അവരുടെ മെയിൻ എതിർ ടീമായി വെള്ളമടിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്മാർ മൂശി കെട്ടിയത് അവനെ. ഇപ്പം അവർ വീട്ടിലുണ്ടാവില്ല, പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ് അനായി കൂട്ടാക്കിയില്ല. പോയി വെല്ലുവിളിച്ചു. അതിൻ്റെ പകരം എന്നോണം പുല്ലൻകുളം ചേട്ടന്മാരിറങ്ങി. നമ്മളൊക്കെ കമ്പനി തന്നെ. പക്ഷേ കള്ളു പിടിച്ചാൽ ഓരോരുത്തന്മാർക്ക് പൊട്ടുമല്ലോ. എന്നെ അവൻ നോക്കി. അതാ ഇതാ ഇതും അതെന്നെ സംഭവം. പക്ഷേ അന്ന് ശരിക്കും കയ്യിൽ നിന്ന് പോയി. പിന്നെ കുറച്ചിടത്തേക്ക് വലുതായിട്ടുണ്ടാവില്ല, അങ്ങനെ സഹിക്കുക. ഓക്കെ, അപ്പോൾ കഥയിലേക്ക് വീണ്ടും വരാം. അങ്ങനെ അവന്മാർ അങ്ങോട്ട് ഇളക്കി വന്നു. പഞ്ചായത്ത് പറമ്പിൽ രാത്രി 12 മണിക്ക് ഒരു കൂട്ടം പിള്ളേരും മാമന്മാരും പൊഴിഞ്ഞടി. പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് കൂട്ടാക്കുന്നില്ല. പെട്ടെന്ന് സ്ട്രീറ്റ് ലൈറ്റിനെ വിളിച്ചത് ഒരു സാധനം തടങ്ങുന്ന പോലെ മണിച്ചേട്ടൻ്റെ കയ്യിൽ നോക്കുമ്പം അസലൊരു വെള്ളിപ്പിച്ചാത്തി. ദൈവമേ, ഞാൻ കൂട്ടായിയെ പിടിച്ച് കളിച്ചു. ഡോ കത്തി അവൻ്റെ കയ്യിൽ. ഇവനാണേ കള്ളിൻ്റെ ധൈര്യം. എനിക്കാണേ അപ്പം ബോധമുണ്ട്, അധികം കഴിച്ചിട്ടുമില്ല. മണിച്ചേട്ടനെ അവിടെ പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് അവരെ കൊഴുന്നിട്ട് അയാൾ ഞങ്ങളുടെ നേർക്ക് വന്നു, കത്തി വീശി. ജസ്റ്റ് മിസ്. ആദ്യത്തത് കിട്ടിയില്ല. ഒരാളും പിടിക്കാൻ മുന്നോട്ട് പോയില്ല. പെട്ടെന്ന് നിർത്തി മണിച്ചേട്ടാന്ന് പറഞ്ഞ് കത്തി കൈ കയറി. അജി ഒരൊറ്റപ്പെടുത്തം. നിർത്തടോ, നമ്മൾ ഇനിയും കാണേണ്ടതല്ലേ. മണിച്ചേട്ടൻ ഞാൻ പറയുന്ന കേൾക്കണം. അയാൾക്ക് ആളില്ലാത്ത നേരം ആളുടെ വീട്ടിൽ കയറി പെണ്ണുങ്ങളെ ചോദിച്ചതിനുള്ള ഹരിശമാണ്. പിന്നെ ഉണ്ടാവില്ലേ. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായതാ അവനത് പറ്റും. കൂട്ടുകാരെന്ന് വെച്ചാൽ അവൻ ചാവും. എനിക്കൊന്നും അത്ര ആത്മാർത്ഥതയില്ല, അത് സത്യമാണ്. അന്ന് കത്തിക്ക് കുറിപ്പിടിച്ച ലവൻ തന്നെയാണോ ഈ കസാരയിൽ ചമ്പളം പഴുതിരുന്ന് പരിപ്പ് കൂട്ടാനും കൂട്ടി പപ്പടവും കടിച്ചിരിക്കുന്നത്? ഞാൻ കടിപ്പടതിയിൽ നിന്ന് അവനൊന്ന് നോക്കി. കയറി വാടാ. ഇവനെ തലയ്ക്ക് പിന്നിലും കണ്ണുണ്ടോ? മുടി സായിബാബ കണക്കാ. എൻ്റെ അച്ഛൻ അവനെ സായിബാബ എന്നാ വിളിക്കുക. ഞാൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. നീ എങ്ങനെ ഞാൻ വന്നിറങ്ങി? അതൊക്കെ ഞാൻ അറിയും മോനെ. അവൻ്റെ സ്ഥിരം പുച്ഛച്ചിരി. ഒരു സുഖമല്ലടാ, ഭ്രാന്ത് പിടിക്കുക. അമ്മ ഇടം തെറ്റി വീട്ടിൽ പിടിച്ചു. ഓ, കൊണ്ടുപോയതോ ഞെട്ടി. അല്ലടാ, മണം അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ട് നീ എൻ്റെ പറ്റി പറഞ്ഞു. ആടാ, നീയാണ് എനിക്കിത് തരുന്നതെന്ന് പറഞ്ഞു.
എടാ നിന്നോട് ഞാൻ എന്ത് മഹാപാപം ചെയ്തടാ. നീ കോളേജിൽ നിന്ന് പയറ്റി തെളിഞ്ഞല്ലേടാ എൻ്റെ അടുത്തുനിന്നായത്. അവസാനം എല്ലാം ഞാനല്ലേ. അവൻ നന്നായി എന്ന് മട്ടിച്ചിരിച്ചു. ഇതാണ് അജൻ, അത് കൂളാണ്. എന്തൊക്കെ വന്നാലും ഇല്ലടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് നിന്നെ കരുവാരി തെച്ചിട്ടൊന്നും കിട്ടാനില്ലല്ലോ. തേച്ചാൽ ഞാൻ അടയ്ക്കും നിന്നെ. ഞാനൊന്ന് ചിരിച്ചു. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അച്ഛൻ അറിഞ്ഞോ ഇത്? ഇല്ല, അച്ഛൻ പുറത്ത് പോയേക്കാം ചേട്ടനും കൂടെ. അപ്പോഴാണ് അമ്മ ഇത് പറഞ്ഞേ. ഞാൻ വലിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല പറഞ്ഞു. പിന്നെ അനുവിൻ്റെ കാര്യം പറഞ്ഞ് വഴക്കായി. അമ്മയുടെ കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ പോരുമ്പോൾ കരയാറായി നിൽക്കുക. എന്തേ നീ വല്ലതും ചെയ്തോ? ആദ്യം ഡൈനിങ് ടേബിളിൽ വെച്ചൊന്ന് മാറ്റിയതാണ്. അപ്പോൾ കൈ ടേബിളിൽ തട്ടി. പിന്നെ ഞാൻ മുകളിൽ പോയപ്പോൾ അമ്മ എന്നോട് പോകണ്ടെന്ന് പറഞ്ഞ് കൈക്ക് കയറി പിടിച്ചു. കുറച്ച് അമർന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ കൈത്തണ്ടമർത്തി ഒന്ന് വിട്ടു. അപ്പോഴേ കഴിച്ചു വന്നിട്ടുണ്ട്. എന്നിട്ട് ആൻറ്റി ഇപ്പോൾ ഒറ്റയ്ക്കാ? ഇനി രാത്രിയേ പോകണുള്ളൂ. രാത്രി വരെ ഇവിടെ നിൽക്കാനോ? അതിനെന്താ? അജി പറഞ്ഞു. ആദ്യം കൈവേദനിച്ചിട്ടും ആൻറ്റി നിന്നെ വിളിക്കാൻ മുകളിലോട്ട് വന്നില്ലടാ. നീ ആൻറ്റി ശരിക്കും വിഷമിപ്പിച്ചിട്ടുണ്ട്. നീ ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോ. ഞാനാ പറയുന്നത്. പോയി പിണക്കം മാറ്റി സോറിയൊക്കെ പറഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ അടിയുടെ കാര്യം നീ ഈടെയായിട്ട് നല്ല ഓവറാണെന്നും മുതലാട് അമ്പലത്തിൻ്റെ അവിടെ ഉള്ളവരൊക്കെ കൂടി നീ അടിക്കാൻ തുടങ്ങിയതാ. ഞാനൊന്നും അറിയാഞ്ഞിട്ടല്ല. പിന്നെ നിന്നെ പിടിക്കാൻ തന്നെയാണ് ഇരുന്നത് തന്നെ. ഞാനായിട്ടിനി നിനക്ക് സാധനം തരില്ല. ഈ തറയിൽ ഞാൻ പറഞ്ഞ ഒരു പിള്ളേര് നിനക്ക് സാധനം തരത്തില്ല. അത് ചെയ്യിപ്പിച്ച് എന്നെ കൂടെ നാണം കെടുത്തരുത്. നീ ഇപ്പോൾ വീട്ടിലേക്ക് പോ. ഞാൻ കൊണ്ടാക്കണോ ഇനി? ഞാൻ അജിനെ കളിപ്പിച്ചൊന്ന് നോക്കി. നീ പേടിക്കണ്ട, പോവാൻ നോക്ക്. സോറി നീ പേടിപ്പിക്കേണ്ട, പോവാൻ നോക്ക്. എന്നിട്ട് അമ്മയും മോനും ഹാപ്പി ആയെങ്കിൽ മാത്രം നീ മെസ്സേജ് ഇട്, ശരി? ഈ പുണ്യാളന് ബാധ കയറിയോ? ഞാൻ അതിശയിച്ചു പോയി. റൂമിൽ നിന്നൊരു ശബ്ദം. അച്ചേട്ടാ ബൈക്കൊന്ന് തരുമോ, ട്യൂഷൻ വിടാറായി. അജി റൂമിലേക്ക് നോക്കിയിട്ട് മിണ്ടാണ്ടിരിക്കടാ എന്ന് പറഞ്ഞിട്ട് ചീത്ത. അവൻ പോവാൻ നിൽക്കുക. ഉണ്ടാപ്പി അജിയുടെ ഉണ്ണി. ഞാനാണ് അവൻ എപ്പോഴും സപ്പോർട്ട്. +1 പഠിക്കുക. ഞാൻ പോയിട്ട് വരാടാ ഉണ്ടാപ്പിയെ. നിന്നെ ചേട്ടനെ രൂപക്കൂട്ടി കയറ്റി നിർത്തിക്കോ, കലക്കും. നീ ചെല്ലാൻ നോക്കും മോനെ, അജി പറഞ്ഞു. ശരി വരട്ടെടാ. ഞാൻ ഹെൽമെറ്റ് എടുത്തിറങ്ങി. പോകുന്ന വഴി മുഴുവൻ കാലത്ത് സംഭവങ്ങളായിരുന്നു എൻ്റെ മനസ്സാകെ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. സമയം 2 മണി. ബൈക്ക് കയറ്റി വെച്ച് കോളിംഗ് ബെല്ലടിച്ചു. അച്ഛനാ വാതിൽ തുറന്ന്. എവിടെ ആയിരുന്നടാ? അജിയുടെ എവിടെയായിരുന്നു വെച്ചാൽ. അമ്മ എവിടെ? അവൾക്ക് നല്ല സുഖമല്ല, നല്ല നീരുവീഴ്ചയുണ്ട്, കിടക്കുക. ഞാൻ അവരുടെ റൂമിൻ്റെ വാതിൽ മെല്ലെ തുറന്ന് നോക്കി. അമ്മ കമന്ന് കിടക്കുക. അമ്മ അച്ഛനോട് ഒന്നും പറഞ്ഞിട്ടില്ല. കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് വല്ലാത്ത പാവം തോന്നി. കുറച്ച് കൂടിപ്പോയോ എന്നുള്ളിൽ ആരോ പറയുന്ന പോലെ. എന്തെന്നാ ആദ്യമായിട്ടാണ് ഞാൻ അമ്മയോട് ഇങ്ങനെ പെരുമാറുന്നത്. അതൊക്കെ വലിച്ചു കയറ്റിയിട്ട് എൻ്റെ സ്വഭാവം തന്നെ ആകെ മാറിപ്പോയി. ഒരു പക്ഷേ ഞാൻ ഇതിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അമ്മയെ തല്ലാനും മടിക്കില്ലായിരുന്നു. ദൈവമേ, ഞാൻ മനസ്സിലെന്നെ തെറി വിളിച്ചു. അടുക്കളയിലോട്ട് പോയി ഓരോന്ന് ആലോചിച്ചു കൊണ്ട് പ്ലേറ്റ് കഴുകിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും അത് സ്ലിപ്പായി സിങ്കിൽ തന്നെ വീണു. ഞാൻ പെട്ടെന്ന് തന്നെ അതെടുത്തു കഴുകി. പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആ പ്ലേറ്റ് ഒരു കയ്യിൽ വന്ന് വാങ്ങി. തിരിഞ്ഞു നോക്കുമ്പോൾ ആരാ? അമ്മ. ഞാൻ കണ്ണിലേക്ക് നോക്കി. നന്നായി കരഞ്ഞ ലക്ഷണമുണ്ട്. മൂക്കൊക്കെ ചുവന്ന് തൊടുത്തിട്ടുണ്ട്. കൈ വേഗം മാറ്റി ഞാൻ ഒഴിഞ്ഞു കൊടുത്തു. അപ്പോൾ ഒന്നുകൂടി അത് കഴുകി എനിക്ക് ചോറും കറിയും ടേബിളിൽ കൊണ്ട് വെച്ചു. ഞാൻ പോയിരുന്നു. അമ്മ ഇനി കോരി ഒഴിക്കാനൊന്നും ഇട്ടിട്ടില്ല. അമ്മ സ്പൂണ് കൊണ്ടുവന്ന് കറിയിലിട്ടു. ഞാനൊന്നും ചെയ്യാതെ അനങ്ങാതിരുന്നു. എന്നിട്ട് അമ്മയത് നോക്കി. ഇങ്ങനെയാണെങ്കിൽ ഞാനൊരു വറ്റ് കഴിക്കില്ല എന്ന പോലെ. അവസാനം അമ്മ തന്നെ വന്ന് വിളമ്പി. അപ്പോൾ ആ കയ്യിൽ ഞാൻ പിടിച്ച ആ കൈത്തണ്ട ഇരുണ്ട് നീരച്ച് കിടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഇരുന്നിടത്തു നിന്ന് എണ്ണിക്കാൻ നിന്നു. അപ്പോൾ അമ്മ എൻ്റെ തോളിലമർത്തി. എനിക്ക് വയ്യാതിരുന്നിട്ടും ഞാൻ വിളമ്പി തന്നതാ. നീ കഴിച്ചിട്ട് എണ്ണീറ്റാൽ മതി. ഞാനാണേ ചത്ത മനസ്സോടെ ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി എന്ന് പറയാം. അങ്ങനെ എണ്ണീറ്റ് കൈയൊക്കെ കഴുകി റൂമിലേക്ക് പോയി. ഇനി ചോറ് കഴിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്കും വിഷമമുണ്ടെന്ന് അമ്മയെ അറിയിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ വയറ് കിടന്ന് തള്ളയ്ക്കെന്നെ വിളിച്ചു തുടങ്ങി. അച്ഛൻ വിളിച്ചപ്പോൾ എനിക്ക് വേണ്ടാന്ന് മുകളിൽ നിന്ന് ഉറക്കെ അമ്മ കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞു. എന്നിട്ട് മുറിയിൽ പോയി കിടന്നു.
അപ്പോൾ വാട്സപ്പിൽ അമ്മയുടെ ഒരു നോട്ടിഫിക്കേഷൻ. ഞാൻ എടുത്തു നോക്കി. വാശി പിടിച്ചിരിക്കണ്ട, ഭക്ഷണം വേണേ വാന്നും പറഞ്ഞ് അമ്മയുടെ ഒരു വോയിസ് നോട്ട്. ഓ ദൈവമുണ്ട്, വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. അമ്മ വിളിക്കുകയും ചെയ്തു. ഞാൻ കുറേയൊക്കെ ഓക്കെയായി. ഒന്ന് മുക്കൊക്കെ കഴുകി ഞാൻ താഴേക്ക് പോയി. അമ്മ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് അമ്മയെ വിളിച്ചു. അമ്മ അപ്പോഴേക്കും കിടന്നിരുന്നു. ഞാൻ അവരുടെ റൂമിലേക്കൊന്ന് നോക്കി. അമ്മ ചെരിഞ്ഞ് കിടന്നുറങ്ങുന്നു. ഞാൻ കയറി ചെന്നു. അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അമ്മ ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പതുക്കെ ഞാൻ അമ്മയുടെ കൈ പിടിച്ച് മെല്ലെ നിവർത്തി നോക്കി. പുറത്തെ നേരിയ വെളിച്ചത്തിലും ഞാൻ നോവിച്ച പാട് തെളിഞ്ഞ് കണ്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് നീറി. ഞാൻ കൈ പതുക്കെ പൊന്തിച്ച് പിടിച്ചു. എന്നിട്ട് മെല്ലെ ആ കൈ അവിടെ തന്നെ അങ്ങ് വെച്ചു. സോറി അമ്മ എന്ന് ചെവി മെല്ലെ പറഞ്ഞു. എന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ കിടന്നു. ഓരോന്നാലോചിച്ച് കിടന്നു. ഉറക്കം വരുന്നില്ല. താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇന്ന് കാലത്ത് താൻ ചെയ്തതെന്താ? ഇപ്പം ചെയ്തിട്ട് വരുന്നതെന്താ? താനൊരു മനോരോഗിയാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. ഒരു തീരുമാനം ഞാൻ അന്നെടുത്തു. അമ്മ എനിക്ക് അറിയിക്കില്ല. അത് എന്തൊക്കെ സംഭവിച്ചാൽ. അമ്മയ്ക്ക് ഇത്ര നൊന്ത് കാണുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്കെന്തത് സഹിക്കാൻ പറ്റാത്തതെന്ന് എനിക്കറിയാതെയായി. ഒരു വർഷം മുന്നേ ഓണത്തിന് ആ ചരിത്ര ക്ലബിലെ തടീനെ ഉണ്ടാപ്പിയുടെ മെക്കിട്ട് കാര്യത്തിൻ്റെ കാരണയിൽ ഇട്ട് ചവിട്ടിക്കൂടിയപ്പോൾ പോലീസ് വന്ന് ദാസപ്പനെ പൊക്കിയത്. പിന്നെ അവൻ എൻ്റെ വീട് കാണിച്ചു കൊടുത്തപ്പോൾ അന്ന് ഫിറ്റാക്കിടുന്ന അച്ഛന് പകരം ഇറങ്ങി വന്നത് ഈ അമ്മയായിരുന്നു. ചേട്ടനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് കണ്ട് അമ്മ ഇറങ്ങി വന്നതും നാളെ കാലത്ത് അവൻ അവിടെ ഉണ്ടെങ്കിലും സ്റ്റേഷനിൽ ഹാജരാക്കുന്ന അമ്മ പറയുമ്പോൾ ഒട്ടും കുലുങ്ങാതെ തീയായി നിന്ന അമ്മയെ ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അമ്മയാണോ ഇത്? എന്നെ അമ്മ എന്തിനെങ്ങനെ സ്നേഹിക്കുന്നത്? എന്നോട് മാത്രം എന്താ അമ്മ ഒരു പരിധി കൂടുതൽ ദേഷ്യപ്പെടാതെ? അധികമായാൽ അപ്പോൾ അമ്മ കരയുകയുള്ളൂ. എന്നാൽ അച്ഛൻ്റെയും ചേട്ടൻ്റെ അടുത്ത് ഇതല്ല സ്ഥിതി. കത്തിക്കേറി ബഹളമാക്കും. എന്തായാലും ഒന്നുറപ്പാണ്, അമ്മയ്ക്ക് എന്നോട് അതിരില്ലാത്ത സ്നേഹമാണ്. എന്നും അനുവിനേക്കാൾ 100 ഇരട്ടി വരും അത്. എന്നെ ഒരിക്കലും വിട്ടുകൊടുക്കാത്ത എൻ്റെ അമ്മ. എനിക്ക് അമ്മയോട് അന്ന് അളവില്ലാത്ത സ്നേഹം കൂടി മനസ്സിൽ. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഞാൻ അങ്ങനെ കിടന്നു. എപ്പോഴോ അങ്ങ് മയങ്ങിപ്പോയി ഉറക്കത്തിലേക്ക്. അങ്ങനെ കാലത്തൊരു 6:30 ഞാൻ എണീറ്റു. പതിവ് പോലെ കൈ പോയത് അവിടേക്ക് തന്നെ. എൻ്റെ വിഷമമുണ്ടോ ഇവനറിയുന്നു. അവൻ അങ്ങനെ തെറ്റായിട്ട് നിൽക്കുക. അവനെ കണ്ടതും ഞാൻ പുറത്തേക്കൊന്ന് നോക്കി. പുറത്തമ്മ മുറ്റോടെയൊക്കെ കഴിഞ്ഞ് പൈപ്പിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. എന്നിട്ട് വേണ്ട കൂട്ട എന്നും പറഞ്ഞ് ഞാൻ അതിലോടൊന്ന് ഇതാക്കി. എന്നിട്ട് ഞാൻ റൂമിൻ്റെ മറ്റേ സൈഡിലുള്ള ജനാലയുടെ ഗ്യാപ്പിലൂടെ നോക്കി. ഞാൻ നോക്കുമ്പോൾ അമ്മ ചൂലൊക്കെ മാറ്റി വെച്ച് ഒക്കെ വാഷാക്കുക. മുക്കൊക്കെ കഴുകി അമ്മ നിവർന്നു. പിന്നെ ഞാൻ ഇന്നലെ ഇതാക്കി കയ്യിലേക്കൊന്ന് നോക്കി നിന്നു. പെട്ടെന്ന് അമ്മ എൻ്റെ മുറിയിലേക്ക് നോക്കി. ഞാനൊന്ന് മാറി. അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ജനാല വിടവിലൂടെ ശരിക്കും കാണാം. അമ്മ വീടിനുള്ളിലേക്കും പുറത്തേക്കൊന്ന് നോക്കിയിട്ട് ചെയ്തത് എന്നെ സത്യത്തിൽ ഞെട്ടിച്ചു. ആ വലത് കൈ ഉയർത്തി ഞാൻ പിടിച്ച് ആ നീരിച്ച ഭാഗത്ത് അമ്മ തന്നെ സ്വയം ഒന്ന് ഇതാക്കുക. ഞാനാണെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിന്നു. അമ്മ ഒന്നും കൂടി സ്വയം ഇതാക്കിയിട്ട് ചിരിക്കുക. ഞാൻ ആകെ തരിച്ചു പോയിരുന്നു. എന്താ അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഞാൻ ഓരോന്ന് മനസ്സിലാലോചിച്ചു. എന്നോടുള്ള സ്നേഹം കൊണ്ടാവും എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. അമ്മ കാലൊക്കെ കഴുകി ഉള്ളിലോട്ട് പോയി. ഞാൻ കാര്യമായിട്ടൊന്നും നോക്കിയില്ല. എൻ്റെ മനസ്സ് മൊത്തം വേറെ ഏതോ ചിന്തയിലായിരുന്നു. അന്ന് പതിവിലും കൂടുതൽ ഉന്മേഷം തോന്നി. കട്ടിൻ്റെ അടിയിൽ നിന്ന് 4 മാസമായി തൊടാതെ കിടന്ന ഡംബൽസ് ഞാനൊന്ന് ഉരുട്ടി വെളിയിലിട്ടു. എയർപോർട്ടിൽ റോക്കി ബാൽബോവോ ക്രീഡം, പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡാർക്ക് നൈറ്റ് ഹാൻസ് സിമ്മറിൻ്റെ സ്കോറും വെച്ച് ഞാൻ ബോഡി അങ്ങ് ചൂടാക്കി. കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഒരു റൗണ്ട് വർക്കൗട്ട് കഴിച്ചു ഞാൻ. കണ്ണാടി നോക്കി സെറ്റ്. നന്നായിട്ട് ഫ്ലെക്സ് ചെയ്ത് താഴേക്ക് ഇറങ്ങി. നന്നായി വിയർത്തിട്ടുണ്ട്. എൻ്റെ മൊത്താകെ വിയർപ്പ് തട്ടിക്കുക. ഞാൻ നേരെ അടുക്കളയുടെ സൈഡിലുള്ള സ്റ്റോർ റൂമിലേക്ക് കയറി. അമ്മ എന്നെ കണ്ട് അന്തം വിട്ട് നോക്കുന്നു. ഞാൻ മുഖം കൊഴുത്തില്ല. എന്നാലും അമ്മയുടെ കണ്ണ് എന്നെ ഒഴിഞ്ഞെടുക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ സ്റ്റോർ റൂമിൽ നിന്ന് എൻ്റെ പ്രോട്ടീൻ പൗഡർ ബോട്ടിൽ കുലുക്കി ഞാൻ
ഞാൻ കുടിച്ചുകൊണ്ട് അമ്മയെ നോക്കി അടുക്കളയിൽ നിന്നും അങ്ങ് പോയി. ഇതെന്ത് കൂത്തുന്നാവും അമ്മ വിചാരിച്ചിരിക്കുക. ഞാൻ റൂമിൽ കയറി നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് വിയർപ്പാറ്റാൻ ഫാനും ഇട്ടങ്ങിരുന്നു. ആശ്ചര്യത്തോടെ എന്നെ നോക്കി നിന്ന അമ്മയുടെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ കയ്യിൽ ഉമ്മ വെച്ച അമ്മ ഇങ്ങനെ ചിരിച്ച ആ ചിരിയും. അങ്ങനെ ഒരു കുലിയൊക്കെ പാസ്സാക്കി ഞാൻ താഴേക്ക് ചെന്നു. അമ്മ ഞാൻ വരുന്നത് നോക്കി നിൽക്കായിരുന്നു. ടേബിളിലേക്ക് നോക്കി ആംഗ്യം കാണിച്ചു വന്ന് കഴിക്കാനായിട്ട്. അമ്മ മിണ്ടാത്തതിൽ എനിക്കാകെ വിഷമമായി. ചേട്ടനും അച്ഛനും കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഇരുന്നു. അച്ഛൻ ചോദിച്ചു, എടാ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? ഇത്തവണ എക്സാം എഴുതിക്കണേ. ഡിസ്റ്റൻ്റായിട്ട് ഞാൻ എടുക്കുന്ന ഡിഗ്രിയുടെ കാര്യമാണ്. അത് കിട്ടിയാൽ പിന്നെ എന്നെ ഇവിടെ നിന്ന് തെറിപ്പിക്കാനാണ് അച്ഛൻ്റെയും ചേച്ചിമാരുടെയും പ്ലാൻ. അമ്മയും അതിന് സപ്പോർട്ടാണേ. അതൊക്കെ ഞാൻ എടുക്കുക വെച്ചാൽ എനിക്ക് കുറച്ച് സമയം എന്താ. ഇനി അങ്ങോട്ട് ഞാൻ വേണ്ടാത്തതിനൊന്നും നിൽക്കില്ല. അമ്മയുടെ ഭാഗത്തേക്ക് നിന്ന് തിരിഞ്ഞിട്ടാ ഞാൻ അത് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞേക്കണം എല്ലാവർക്കും. ഞാനും തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുന്ന് പോകണമെന്ന്. ഞാൻ സമയമാകുമ്പോൾ പൊക്കോളാം, പോരെ? ചേട്ടൻ എന്നെ ഒന്ന് നോക്കി. ഞാൻ ചുമ്മാ ഒന്ന് ചിരിച്ച് കാണിച്ചു. കഴിക്കുന്ന രീതിയിൽ ആംഗ്യം കാണിച്ചു. ചേട്ടൻ്റെ മുകളിൽ ഞാൻ പൊങ്ങാറില്ല ഒരിക്കലും. ഓർമ്മ വെച്ച നാൾ മുതൽ അതെന്നെ സ്നേഹിച്ച് കൊന്നിട്ടുണ്ട്. അതേപോലെ വിറപ്പിക്കേണ്ടടുത്ത് വിറപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു എൻ്റെ ചേട്ടൻ. ഫുഡൊക്കെ കഴിച്ച് ഞാൻ എണ്ണീറ്റു. അപ്പോൾ അച്ഛൻ ചോദിച്ചു അമ്മയോട്, എന്താ നീ കൈ ഒഴിഞ്ഞുകൊണ്ട് നോക്കണേ, എന്തേ? ഞാൻ ഞെട്ടി പെട്ടെന്ന് അമ്മയെ നോക്കി. അമ്മ ഒട്ടും കൂസലില്ലാതെ, അതോ ഞാൻ വിറകെടുത്തപ്പോൾ കൈയൊന്ന് വിറകി കൊളുത്തി വലിച്ചതാ എന്ന്. എൻ്റെ ശ്വാസം അത് കേട്ടപ്പോഴാണ് നേരെ വീണൻ. അപ്പം നിനക്ക് ഇവനെ വിളിച്ചിടായിരുന്നു. നീ എവിടെ ആയിരുന്നടാ അപ്പോൾ? അച്ഛാ അത് അവൻ പഠിക്കാൻ റൂമിൽ കയറിയായിരുന്നു. അതാണ് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ചെയ്തത്. അമ്മ വീണ്ടും എന്നെ രക്ഷപ്പെടുത്തി. പിന്നെ അവിടെ നിന്നില്ല. വേഗം കഴിച്ച് കഴിഞ്ഞിട്ട് കോണിച്ചുവടിൽ കൈയും കഴുകി മുകളിലേക്ക് ഒരൊറ്റ കയറിപ്പോക്കാൻ. ഒരു 10:30 ആയപ്പോൾ കൂടെ വിട്ട് ഞാൻ പുറത്തിറങ്ങി. താഴേക്ക് ചെന്ന് അമ്മ റൂമിലുണ്ട്. ചേട്ടൻ പുതിയ വർക്കിൻ്റെ പണിപ്പുരയിൽ കയറി. അച്ഛൻ്റെ മാത്രം ഒരു മുറിയുണ്ട്. പ്രാർത്ഥനയും അല്പം ജ്യോതിഷം പഠിക്കലൊക്കെയാണ് അവിടെ. അതിൽ കയറിയാൽ അപ്പം വാതിലടയ്ക്കും. ഞാൻ അമ്മയുടെ മുറി കയറി ചെന്നു. അമ്മ എന്നെ നോക്കാതെ എന്തോ തുന്നിക്കൊണ്ടിരിക്കുക. ഞാൻ അമ്മേനെ വിളിച്ചു. അമ്മ മൂളി. എന്താ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ? എന്നോട് ശരിക്കും മിണ്ടാത്തെ? ഞാൻ ഇന്നലെ സോറി പറഞ്ഞില്ലേ അമ്മേ? പ്ലീസ് എന്നോട് ദേഷ്യം കാണിക്കല്ല, ഇങ്ങനെ മുഖം വിയപ്പിക്കല്ലേ. എൻ്റെ മുഖം ഇങ്ങനെയാണ്, നീ നോക്കണ്ട. അമ്മയെ സോപ്പിടാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അമ്മയുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ അമ്മേ? ആർക്കെങ്കിലും പറ്റുമോ? അത്രയ്ക്ക് മങ്ങിയല്ലേ. എൻ്റെ ചുന്നരി കുറ്റിയാണ്. അമ്മ ഒന്ന് നിർത്തി വീണ്ടും തുന്നൽ തുടർന്നു. അമ്മ ഇത് കഷ്ടമാണ്. ഞാൻ അമ്മയുടെ അവിടെ നിന്ന് അടിച്ചു. അമ്മ തിരിഞ്ഞ് നോക്കിയിട്ട്, നീ ഒന്ന് പോകുന്നുണ്ടോ ശല്യപ്പെടുത്താതെ? നിനക്ക് വേദനിപ്പിക്കാൻ അറിയൂ, സ്നേഹിക്കാൻ അറിയില്ല. അല്ലെങ്കിൽ നീ ഇന്നലെ അങ്ങനെയൊക്കെ ചെയ്യൂ. തല്ലില്ലെന്നേ ഉള്ളൂ നീ, അല്ലേ? ഞാൻ വേഗം തന്നെ വന്നില്ലേ അമ്മയെ കാണാനല്ലേ? അമ്മയ്ക്ക് ഇത്ര നൊന്തെന്ന് എനിക്കറിയില്ലായിരുന്നു. സോറി അമ്മ. ഇനി ഉണ്ടാവത്തില്ല. ഇനി ഞാനത് തൊടില്ല എന്നൊന്നും പറയുന്നില്ല. എൻ്റെ ശരീരത്തിനും മനസ്സിനും അമ്മയ്ക്കും ദോഷം വരില്ലെന്ന് ഉറപ്പിച്ചിട്ട് ഞാനത് ഉപയോഗിക്കും. അതും ഒരു തമാശയ്ക്ക്, പോരെ? അപ്പോഴും നിനക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലേടാ? ഇതിൻ്റെ ലഹരി എനിക്കറിയാം അമ്മ. അത് എന്നെ നിയന്ത്രിക്കാതെ ഞാൻ സൂക്ഷിച്ചോളാം. പിന്നെ പാലിക്കാൻ പറ്റാത്ത സത്യം ഞാൻ ചെയ്യില്ല. അതും അമ്മയോട് ഞാൻ അത്രയും സേഫായ അലൗഡായ സ്ഥലത്ത് ഞാനത് ഉപയോഗിക്കും, പോരെ? ശരി. അത് നിർത്തിയതിൻ്റെ ആണോ കാലത്തെ അഭ്യാസം? കൂടെ കുറേ ആയില്ലേ ബോഡി ആകെ ഒന്നിളക്കിയിട്ട്. അതാ. അമ്മ കുറച്ച് ഫ്രീ ആയപ്പോൾ ഞാൻ അമ്മയുടെ കൈ മെല്ലെ ഇതാക്കി. നന്നായി വേദനിച്ചോ? സോറി എന്നും പറഞ്ഞ് ഞാൻ ആ കൈത്തണ്ട ഇതിലേക്കൊന്ന് കൊടുത്തു. ഞാൻ അമ്മയെ ഇടം കണ്ണിക്കൂടെ നോക്കി. അമ്മ ആകെ പ്രതിമ കണക്കിയിരിക്കുക. ഞാൻ മെല്ലെ അത് വീണ്ടും ഒന്ന് കൊടുത്തു. അമ്മ മെല്ലെ കണ്ണടച്ച പോലെ തോന്നി എനിക്ക്. പോട്ടെ അമ്മ, തോന്നിക്കോ നീ? അമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. അമ്മയുടെ പിണക്കം മാറിയില്ലേ? എനിക്കത് മതി. ഞാൻ ചിരിച്ചുകൊണ്ട് റൂമിൽ നിന്നിറങ്ങി. മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം, എന്തോ ലൈൻ സെറ്റായ പോലൊക്കെ. ഞാനത് നടന്നതൊക്കെ ഒന്നുകൂടി ഇങ്ങനെ ആലോചിച്ച് കിടന്നു. അമ്മയോർത്ത് ഞാൻ എൻ്റെ തലങ്ങനെ ഇങ്ങനെ ഇതാക്കി കിടന്നു. ഫോണെടുത്ത് അജിക്ക് മെസ്സേജ് ഇട്ടു. അമ്മ സെറ്റായിന്ന്.
അത് രണ്ടർത്ഥം ഉണ്ടെന്ന് എനിക്കല്ലേ അറിയൂ. ഞാനൊന്ന് ചിരിച്ചു. അങ്ങനെ ഓർമ്മകളെ തലോലിച്ച് കിടന്ന് പിന്നീട് എപ്പോഴോ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. ആ സംഭവത്തിനൊക്കെ ശേഷം ഞാൻ അമ്മ എന്നെയും നോക്കുന്നത് വേറെ രീതി ആയിട്ട് ഞങ്ങൾ രണ്ടു പേർക്ക് ഫീലായി തുടങ്ങി. വർക്കൗട്ട് കഴിഞ്ഞ് തോർത്തൊക്കെ എടുത്ത് ഞാൻ അടുക്കളയിൽ പോയി എൻ്റെ ഇതൊക്കെ കാണിക്കുമ്പോൾ അപ്പോഴൊക്കെ അമ്മയുടെ നോട്ടം പാളി എൻ്റെ അവിടേക്കൊക്കെ പോകുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പരമാവധി എൻ്റെ പൊടി പഠിപ്പിച്ചമ്മയ്ക്ക് ആസ്വദിക്കാൻ തന്നെ നിന്ന് കൊടുക്കും. അമ്മ എന്നറിയാതെ നോക്കുന്നത് ഇടയ്ക്ക് ഇതാക്കി ഞാനിതാക്കും. അങ്ങനെ 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 അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ചമ്മലൊക്കെ ഇല്ലേ, അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ദിവസം അന്ന് വല്യച്ഛൻ്റെ ആണ്ട് ബലിയായിരുന്നു. എല്ലാവരും ഇരുന്നടുത്ത് നിന്ന് ബലിയിട്ട് അമ്മ അകത്ത് തന്നെയായിരുന്നു. ബലിയൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി. അന്ന് പെട്ടെന്ന് കോണിപ്പടി കയറാൻ തുടങ്ങി എൻ്റെ കണ്ണ് അമ്മയെ പെട്ടെന്ന് നോക്കി. അമ്മ എൻ്റെ ആടേക്ക് നോക്കിയിരിക്കുക. ഞാൻ കാണുന്ന വിചാരം പോലും ഇല്ലാതെ ഒരൊറ്റ നോട്ടം, അത് പ്രകടമായ അത് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ആ കാഴ്ച അമ്മയിൽ നിന്ന് മറച്ചിട്ട് കയറിപ്പോയി. സത്യത്തിൽ അമ്മയുടെ നോട്ടത്തിൽ ഞാൻ തന്നെ ചൂളിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മയുടെ മാറ്റത്തിന് എന്താവും കാരണം? ഇതിപ്പോൾ എപ്പോൾ തുടങ്ങിയതാവുമോ, അതോ മുന്നും ഇതുപോലെ ഉണ്ടായിരുന്നുവോ? എനിക്ക് ഒരു പിടുത്തം കിട്ടിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, അമ്മയുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ അച്ഛനെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന്. ഞാൻ 10 പഠിക്കുമ്പോൾ നടന്നൊരു മുഴനീക്കൽ ശസ്ത്രക്രിയ. അതുവരെ വയറ് ചാടാതെ ആരോഗ്യവനായി നിന്ന അച്ഛൻ അത് കഴിഞ്ഞപ്പോൾ തീർത്തും വാർദ്ധക്യത്തിലേക്ക് കൂപ്പുകുത്തുമായിരുന്നു. കൂടാതെ സന്ധിവേദനയും എല്ലാ തേയ്മാനവും അച്ഛനെ വല്ലാണ്ടങ്ങ് തളർത്തി. വർഷങ്ങളായി. അപ്പോൾ അമ്മ അസുഖങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പോൾ ദേ സ്വന്തം മകളിലൂടെ അമ്മ അത് കൊതിക്കുന്നു. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ കുറ്റം പറയേണ്ടതുണ്ട് അല്ലേ? അമ്മയെ തീർത്തും കുറ്റം പറയാൻ പറ്റില്ല. സമൂഹത്തിലെ ഉന്നത പദവിയിരുന്ന ആളാണ്. പുറമെ ഒരു ബന്ധത്തിന് അമ്മയ്ക്ക് ധൈര്യം പോരാഞ്ഞിട്ടാ. ഇപ്പോൾ കാഴ്ചയിലെങ്കിലും ആ ഒരു ഇതിനെ തേടുന്നുണ്ടേ. ചിലപ്പോൾ എന്നെ ആലോചിച്ച് അമ്മ ഇതാക്കുന്നുണ്ടാവും അല്ലേ? അതാലോചിച്ചപ്പോഴേ എൻ്റെ ലെവലൊന്ന് സെറ്റായി. അമ്മ എന്നെ ഒരമ്മയ്ക്ക് പറ്റിയ പുരുഷനായിട്ടേ കണ്ടിട്ടുള്ളത്. എൻ്റെ യൗവനത്തിൽ അമ്മ എൻ്റെതിനിങ്ങനെ തലോടി പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അമ്മയുടെ ആഗ്രഹത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒരു പക്ഷേ അമ്മയുടെ പുരുഷനായി അല്ലെങ്കിൽ കാമുകനായി ഒക്കെയാണ് എന്നെ കണ്ടിട്ടുള്ളത് പലപ്പോഴും. എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ തോന്നി. ഒരു ദിവസം എല്ലാവരും ബിയർ കഴിച്ചപ്പോൾ അമ്മയ്ക്കും കൊടുത്തു. ഞാൻ അത്യാവശ്യം ഓണായിരുന്നു. അന്ന് മൂത്ത ചേച്ചിക്ക് ഞാൻ വൈനും ചേർത്തൊഴിച്ചത് അമ്മയാണ് കുടിച്ചത്. ഞാനത് ഞെട്ടിയെങ്കിലും അമ്മ അത് ഭാവവ്യത്യാസം കൂടാതെ കുടിച്ചു. അമ്മയ്ക്ക് ഇതിൻ്റെ ടേസ്റ്റൊന്നും പറഞ്ഞുകൂടാ, പക്ഷേ അത് രണ്ടാമത്തെ ഒഴിക്കലായിരുന്നേ. അന്നമ്മ നല്ലതായി. അപ്പുറത്ത് അച്ഛനിരിപ്പുണ്ട്, പക്ഷെ അമ്മ ചാരിയത് എൻ്റെ തോളിലേക്കാണ്. ഒരു കാമുകി ചാരുന്ന പോലെയായിരുന്നു അത്. എനിക്ക് അന്നേ അതൊരു ഫീലായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അമ്മയ്ക്ക് എന്നോട് പ്രേമവും അതും അനുസരണയും കരുതലും എല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുക. എന്നാലും എല്ലാം ഒന്ന് ഉറപ്പിക്കാനായി നല്ല അവസരങ്ങൾ ഒത്തുവരണമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. നാളെ ഒരു യാത്രയാണ് അമ്മയുടെ വീട്ടിലേക്ക്. അങ്ങനെ ഓരോന്നാലോചിച്ച് ആ ദിവസം അങ്ങ് കടന്നുപോയി. പിന്നെ അടുത്ത ദിവസമായി. കാലത്ത് തന്നെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്താണെന്നറിയില്ല, ഇന്ന് ട്രഡീഷണൽ ലുക്ക് പിടിക്കാമെന്ന് വെച്ചു. മുണ്ടും ഷർട്ടും തനി നാടൻ ലുക്ക്. ഞാൻ പണിയെടുത്ത് വാങ്ങിയ ഒരു വാച്ചൊക്കെ കെട്ടി കൈത്തണ്ടിലെ രോമൊക്കെ സെറ്റാക്കി താടിയൊന്ന് ഒതുക്കി ലാലേട്ടനെ മനസ്സിൽ ധ്യാനിച്ച് മീശയൊക്കെ ഒന്ന് പിരിച്ചു വെച്ചു. അമ്മയ്ക്കത് കണ്ണെടുത്ത കണ്ടുകൂടാ. പക്ഷേ ഇങ്ങനൊന്ന് പിരിക്കാൻ എത്ര ആശിച്ചിട്ടാണ് ഇതൊന്ന് സെറ്റായതെന്നറിയോ? കൊള്ളാം, കിട്ടും ലുക്ക്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ നക്ഷത്രം രേവതി ദേവഗണമൊക്കെ ആണെങ്കിലും കറക്റ്റ് ഒരു അസുരൻ്റെ ലുക്കാണ് എനിക്ക് മീശ പിടിച്ച. കറുത്ത് 6 അടി പൊക്കവും ഒത്ത ശരീരവും നെഞ്ചിലെയും കയ്യിലെയും രോമങ്ങളും ഒക്കെ കൂടി തനി രാവണൻ ലുക്ക്. എന്നെ പൊക്കാൻ ഞാൻ തന്നെ മതിയേ. എന്നെ കാണാനൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണേ. ഞാൻ താഴേക്ക് ഇറങ്ങി ചെന്നു. അമ്മയുടെ റൂം പകുതി തുറന്നിരിപ്പുണ്ട്. ഞാൻ സോഫയിൽ ചെന്നിരുന്നു. അമ്മയുടെ അനക്കം കേൾക്കുന്നുണ്ട്.
ഞാൻ മെല്ലെ എത്തി നോക്കി. അമ്മ ഒരു ലൈറ്റ് ബ്ലൂ കളർ സാരിയാണ് എടുത്തേക്കുന്നത്. അതിൽ ചെറിയ വെള്ളപ്പൂക്കൾ ഡിസൈൻ. ലൈറ്റ് ബ്ലൂ തന്നെ ബ്ലൗസിൻ്റെ കളറും. തിരിഞ്ഞു നിന്നാണ് കണ്ണാടി നോക്കുക. മുടി നന്നായി ഉണങ്ങിയിട്ടില്ല. അത് നന്നായി വിടർത്തിയിട്ടേക്കുന്നു. അമ്മയുടെ പുറക്കുന്നതായിട്ട് നിൽക്കുക. ആ സാരത്തലപ്പ് എന്നാ രസമാണെന്നറിയോ. അതൊക്കെ കഴിഞ്ഞ് മുടി നന്നായി വിടർത്തിയിട്ട് എൻ്റെ കൂട്ടി പിടിച്ച് മുന്നിലോട്ടിട്ടു. എൻ്റെ കണ്ണ് ആകെ ഒന്ന് ഒഴിഞ്ഞെടുത്തു. അങ്ങനെ അമ്മ റെഡിയാവുന്നതൊക്കെ മൊത്തത്തിലൊന്ന് നോക്കിയിരുന്നു ഞാൻ. അമ്മ കാണട്ടെ എന്ന് വെച്ച് തന്നെയാണ് ഞാൻ നോക്കി നിന്നതും. പെട്ടെന്ന് അമ്മ സാരിയൊക്കെ നേരെയാക്കിയിട്ട് എന്നെ ഒന്ന് നോക്കി. ഞാൻ ചിരിച്ചു. പക്ഷേ അമ്മ എന്നെ തുറപ്പിച്ചൊരു നോട്ടം നോക്കി. പിന്നെ ഡോറ് പൂട്ടി ഇറങ്ങി. ഞാനും ഇറങ്ങി. മെയിൻ ഡോറും പൂട്ടി. അമ്മ കാറിൽ കയറിയിരുന്നു. ചേട്ടൻ വണ്ടി സ്റ്റാർട്ടാക്കി. ഞാൻ മുന്നിലിരുന്ന്, അമ്മയും അച്ഛനും പിന്നിലും. റിയർവ്യൂ മിറർ തിരിച്ച് ഞാൻ മുടിയൊന്ന് ഒതുക്കി. കൂട്ടത്തിൽ എന്നെ ഇടം കണ്ടിട്ട് നോക്കുന്ന അമ്മയും. അങ്ങനെ ഞങ്ങൾ അമ്മ വീട്ടിലെത്തി. അമ്മ ഒറ്റ മോളാണ്. കുറേ തറവാട്ടുകാരുണ്ടെങ്കിലും ആകെ ഞങ്ങളുടെ മേടത്തിലത് അമ്മയുടെ വക്കീലൊരു അനിയനാണ്. ഞങ്ങളെയും കാത്ത് പുള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീടൊക്കെ ഒന്ന് അമ്മ നടന്നു നോക്കി. കേടൊന്നും സംഭവിച്ചിട്ടില്ല. അടുത്ത മാസം പുതിയ വാടകക്കാരെ വെക്കുമെന്ന് മാമനോട് പറഞ്ഞു. ഉച്ചയ്ക്ക് ആളുടെ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ഫുഡ്. ഈ നേരം അത്രയും അമ്മ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോഴാണ് മാമൻ്റെ മോള് അമ്മ വന്നത്. ഞാനും അവളും ഒരു വയസ്സിൻ്റെ വ്യത്യാസം. പക്ഷേ അവളാ മൂത്തത്. ഏകദേശം പറഞ്ഞാൽ നമ്മുടെ പഴയ നടി മോനിഷയില്ലേ, ആളെ പോലിരിക്കും. ഒരു നാടൻ പെണ്ണ്. ഞാൻ വന്ന എൻ്റെ കൂടെ തന്നെയാണ്. ഇന്ന് കണ്ടപ്പോൾ അവൾക്കൊരു പ്രത്യേക ഭംഗി. പട്ടുപാവാടയായിരുന്നു വേഷം. അമ്പലത്തിൽ പോയിട്ട് വന്നേക്കുക. കണ്ടപ്പോൾ തന്നെ ഓടി വന്നു. ഒരു കൈ പ്രസാദം. അത് നീക്കി പിടിച്ച് എൻ്റെ അരയിലൂടെ കൈയിട്ടതാക്കി. അപ്പോൾ ആ വലത്തേതൊക്കെ ഇങ്ങനെ നെഞ്ചത്തോട്ടൊക്കെ ഇതാവുന്നുണ്ട്. പെങ്ങളാണെങ്കിലും പെണ്ണിനല്ലേ അല്ലേ. പെണ്ണിങ്ങനെ കുഞ്ഞുങ്ങിയുള്ള സംസാരമൊക്കെ കൊണ്ട് അതിങ്ങനെ ഇതാക്കുമ്പോൾ കോലയിലുള്ള ഞങ്ങളെ അവർക്ക് കാണാൻ കഴിയില്ല. ഒരാൾക്ക് കഴിച്ച് എൻ്റെ അമ്മ ഇതൊക്കെ കണ്ടെന്നെ നോക്കിയൊന്ന് മുരച്ച് കാണിച്ചു. അപ്പം തന്നെ ഞാൻ ഇടത് കൈ എടുത്ത് അവളുടെ ഇതാക്കി. എന്നിട്ടായി സംസാരം. കുറേ വിശേഷങ്ങൾ പറഞ്ഞു. അവസാനം എന്തായി, എന്നെ സെറ്റാക്കിയിട്ട് അവൾ പോയത്. പ്രേമൊന്നുമല്ല, ഒരേ പ്രായത്തിന് ചെറിയൊരിത്. അത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ചെറുപ്പം തൊട്ടേ. പിന്നെ അവളുടെ പൊന്നമ്മയെ ഒന്ന് സോപ്പിട്ടിട്ട് അടുക്കളയിലോട്ടങ്ങ് കയറിപ്പോയി. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ വണ്ടിയിൽ കയറി പാട്ടൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. അമ്മു എൻ്റെ അടുത്തേക്ക് വന്നു. അമ്മയോട് ഞാൻ ചോദിച്ചു, എടി ഞാൻ നിന്നെ കൊണ്ടുപോകട്ടെ, പോരുന്നോ? എന്നിട്ട് വേണം അമ്മായിനെ ചുട്ടെടുക്കാൻ. മോൻ ചെല്ല്, ഒന്ന് കഴിഞ്ഞതിൻ്റെ ക്ഷീണം മാറി വരുന്നില്ലേ ഉള്ളൂ. അനുവിൻ്റെ കാര്യമാണ്. ഞാൻ ഒട്ടുമിക്കതും പറയും ഇവളോടെ. അതൊക്കെ വിട്ടേരി കോപ്പേ. ഇപ്പം ഞാൻ ഓക്കെയാണ്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അല്ല പിന്നെ നീ എൻ്റെ ഇളയതാ കേട്ടോ മോനെ. ഞാൻ അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി. എന്താടാ നോക്കി പേടിപ്പിക്കല്ലേ, മോൻ ചെല്ലാൻ നോക്ക്. അപ്പോഴേക്കും എല്ലാവരും വന്ന് വണ്ടി കയറി. മാമനോട് യാത്ര പറഞ്ഞ് അമ്മ വണ്ടി കയറി. കടന്നൽ കുത്തിയ പോലുണ്ട് ആളുടെ മുഖം ഞാൻ നോക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. വീടെത്താറാവുന്നതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ചേട്ടൻ വന്ന് വണ്ടി എടുക്ക്. അച്ഛാ മുന്നിലിരിക്കും, ഞാനൊന്ന് ഉറങ്ങട്ടെ, ഇവിടെ നന്നായിട്ട് വെയിലടിക്കും. അമ്മ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അച്ഛൻ വണ്ടി എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ മാറിയിരുന്നു. അമ്മ എന്നെ ഒന്ന് നോക്കി. ഞാൻ ഉറക്കം വരുന്ന പോലെ കാണിച്ചു. കാറ് വീണ്ടും ഉയർത്തുടങ്ങി. സമയം 7 മണി. നന്നായി ഇരുട്ടായിട്ടുണ്ട്. അമ്മ സീറ്റിൻ്റെ നടുക്കായിരിക്കുന്നേ. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൻ്റെ പുറകിലും. ഞാൻ മിററിൽ നോക്കി. ചേട്ടന് റോഡും അമ്മയുടെ ഉച്ചയുടെ ഭാഗവും മാത്രമേ കാണാൻ പറ്റൂ. അച്ഛനൊന്ന് നോക്കി. മൂപ്പര് റോഡിലേക്ക് തന്നെ നോക്കിയിരിക്കുക. ഞാൻ അമ്മയെ നോക്കി, നേരെ നോക്കി. എന്നെ മൈൻഡ് ചെയ്യാതിരിക്കുക ആള്. ഞാൻ ഉറക്കം നടിച്ചുകൊണ്ട് അമ്മയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടന്നു. അമ്മ ഒന്ന് കഴുത്ത് വെട്ടിച്ച് നോക്കി. ഭാഗ്യം ഒന്നും പറഞ്ഞില്ല. ക്ഷീണിച്ചിട്ടല്ലേ എന്ന് വിചാരിച്ച് കാണും. ഞാൻ അമ്മയുടെ കഴുത്തും മുടിയും ചേരുന്ന ഭാഗത്തേക്ക് തല നന്നായിട്ട് ചേർത്ത് അമ്മയുടെ ആ ഒരു നെക്കിലാക്കിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ചെറുതായിട്ട് ഡൗട്ടടിച്ച് തുടങ്ങി. ഞാൻ മെല്ലെ ഇതാക്കുക. ഞാൻ മെല്ലെ കണ്ണ് തുറന്ന് തല കുറച്ച് താഴേക്ക് കൊണ്ടുവന്നു.
വീണ്ടും മുഖം ശക്തിയായിട്ട് ചെറുതാക്കി. ഇപ്പം അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. മെല്ലെ അമ്മയുടെ അവിടെ ഇവിടെ അതൊക്കെ തന്നെ. അമ്മയുടെ അവിടെ നിന്ന് ചെറിയ മൂടലൊക്കെ കേൾക്കുന്നുള്ളൂ. കണ്ണൊന്ന് തുറന്ന് ഞാൻ കാണുന്നത് ഇങ്ങനെ വീർപ്പ് വിട്ട് നിൽക്കുന്ന ആ രണ്ടിനെ. എൻ്റെ ലെവൽ മൊത്തത്തിന് സെറ്റായി. അമ്മയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. മുമ്പിൽ അച്ഛനും മോനും ഇരിക്കുകയല്ലേ. അവരൊന്നും അറിയുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി എന്നെ ഒന്ന് നോക്കി. ഞാൻ അപ്പോൾ തലയെടുത്ത് അമ്മയെ നോക്കി. എന്നിട്ട് വീണ്ടും ഓരോരോ പരിപാടി കാട്ടി തുടങ്ങി ചെറുതായിട്ട്. അമ്മയാണെങ്കിൽ ആകെ പരവശമായിട്ടിരിക്കുക. വീണ്ടും ഞാൻ തല മാറ്റി വെച്ചു. അമ്മ ഞാൻ തല ചേർക്കുന്നത് കാത്തിരിക്കുക. എന്നാൽ അതുണ്ടായില്ല. അമ്മ എന്നെ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പം അറിയിക്കണം എന്നെ പോലെ ഞാൻ ഇരുന്നു. അവരിതൊക്കെ മുറിഞ്ഞപ്പോൾ അമ്മേനെ നോക്കി. ഞാനൊന്നും ചെയ്യുന്നില്ല. കൈ അനക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുക. അമ്മേനെ തിരിഞ്ഞു നോക്കി. എന്താ പറയുക, ആൾക്ക് നല്ലവണ്ണം ഉള്ളിലുണ്ടെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. എന്നിട്ട് എന്നോടിങ്ങനെ ചേർന്നിരുന്നു. അവരെന്ന് നോക്കി, പിന്നെ എന്നെയും. അമ്മയുടെ മുഖത്ത് ആ കൊതിയുണ്ടെന്ന്, ഒരു 16-കാരിയുടെ നാണവും ആസക്തിയുണ്ട് എന്നെനിക്ക് അപ്പം തന്നെ മനസ്സിലായി. അങ്ങനെ അമ്മ അത് സംഭവിച്ചു. അമ്മ വലത് കൈ എൻ്റെ മുന്നിലോട്ട് ഇതാക്കി. മനസ്സിലായില്ലേ ഓരോ നീക്കം? ആ ഒരു മൊമെൻ്റ്, അമ്മ എന്നെ ആഗ്രഹിക്കുന്നു എന്നെ അറിയിച്ച മൊമെൻ്റ്. ഒട്ടുക്കത്തെ ആവേശമാണത് ആലോചിക്കുമ്പോൾ. മെല്ലെ ഞാൻ ഓരോന്ന് കാട്ടുമ്പോൾ അമ്മ ഉദ്ദേശിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ വേണം തന്നെയാണ്. പക്ഷേ ഞാനതാക്കാൻ നിന്നില്ല. വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ റിഫ്ലക്ഷൻ വരാൻ ഇടയുള്ളതിനാൽ ഒരുപാട് ഇതായിട്ടും ഞാനത് വേണ്ടെന്ന് വെച്ചു. അമ്മ എൻ്റെ കൈ തടഞ്ഞ് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. അത്യാവശ്യം മെനക്കെട്ടു എന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ ആൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു പേടി ഉണ്ടാവുമല്ലോ. സ്വന്തം ഭർത്താവും മൂത്ത മോനും ഫ്രണ്ടിൽ ഇരിക്കുകയല്ലേ. പെട്ടെന്നുള്ള ഓരോ പ്രവൃത്തിയിൽ അമ്മയ്ക്കാണെങ്കിൽ ഇക്കിളിയായിട്ട് സഹിക്കാൻ വയ്യാ തോന്നുന്നുണ്ട്. ആ തക്കത്തിന് ഞാൻ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അമ്മയിൽ നിന്നിട്ടൊരു ശബ്ദമൊക്കെ വന്നു തുടങ്ങി. അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റേതാണെങ്കിൽ വല്ലാണ്ട് സെറ്റാവലും. അങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനിയൊരു 10 മിനിറ്റും കൂടെ ഉണ്ട് വീടെത്താൻ. ഞാൻ വീണ്ടും എൻ്റെ പണി തുടങ്ങി. അമ്മേൻ്റെ അടയ്ക്കൊന്ന് നോക്കി. അമ്മയായിട്ടൊന്ന് ഇതാക്കണം എൻ്റെ അവിടേക്ക്. അതാ എനിക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഇന്ന് മൈൻഡ് ചെയ്തില്ല. ഇനി ഒരു പാലം കൂടെ കഴിഞ്ഞാൽ സെൻറ്റർ, അത് കഴിഞ്ഞാൽ വീടാകും. അമ്മേനെ നോക്കിയിരിക്കുക. ഞാൻ മുന്നിലേക്ക് നോക്കി. അവരോരോ വിശേഷം പറഞ്ഞ് പാട്ടില്ല ഇച്ചിരിക്കുകയായിരുന്നു. ഇതാണ് അമ്മ, ഇന്നത്തെ നമ്മുടെ അവസാനം ഇതെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അമ്മ അത് കേട്ട പോലെ വായന്ന് കണ്ണുകൊണ്ട് എന്നോടിങ്ങനെ ആംഗ്യം കാണിച്ചു. പിന്നെ ഞാൻ താമസിച്ചില്ല. എൻ്റെ കൈ അവിടേക്ക് പോയി. അങ്ങനെ ഞാൻ ഓരോന്ന് കാട്ടിയപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാട്ടുന്നതിനിടയ്ക്ക് എനിക്കെന്തോ ഒരു അപകടം എൻ്റെ മൂക്കിൽ ഞാൻ ഇങ്ങനെ മണത്തറിഞ്ഞു. അതെ, അതിൻ്റെയൊക്കെ ഒരു ഇത്. പെട്ടെന്ന് ഞാൻ ആ വിൻഡോ താഴ്ത്തി കാറ്റുള്ളിലേക്ക് അടിച്ച് കയറ്റി. എന്നിട്ട് പുറത്തേക്കൊന്ന് തുപ്പി. ചേട്ടൻ എന്താണെന്ന് ചോദിച്ചു. ഞാനൊന്നുമില്ല, പെട്ടെന്ന് വായിലെന്തോ പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മയെ നോക്കി നാണം കൊണ്ട് വിരിഞ്ഞ് എന്നെ നോക്കിയിരിക്കുക എൻ്റെ പൊന്നമ്മ. അമ്മ ചിരിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി വീടിൻ്റെ ഗേറ്റിൽ എത്തി. ഒരു പുതിയ ബന്ധത്തിന് കാലം അന്ന് അവിടെ തുടക്കം കുറിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങളെ ഇറക്കി. ചേട്ടൻ കാറ് പോർച്ചിലേക്ക് കയറ്റിയിട്ടു. അമ്മ വേഗം വീടിൻ്റെ താക്കോൽ എനിക്ക് തന്ന് വേഗം തുറക്കട എന്ന മട്ടിൽ. ഞാൻ വേഗം തുറന്നു കൊടുത്തു. നോക്കുമ്പോൾ ആരോടും ഒന്നും മിണ്ടാതെ അമ്മ ഒറ്റ ഓട്ടമായിരുന്നു റൂമിലേക്ക്. അച്ഛനും ഞാനും പരസ്പരം നോക്കി. ഞാൻ കൈമലർത്തി. എനിക്കൊന്ന് അറിഞ്ഞുകൂടാന്ന കണക്ക്. അമ്മ അവരുടെ വാതിലടച്ചിട്ടാണ് പോയത്. അച്ഛൻ സോഫയിലിരുന്നു. ഞാൻ മുകളിലേക്ക് കയറിപ്പോയി. റൂമിൽ കയറി വാതിലടച്ചു. എനിക്കാകെ എന്തോ ജയിച്ചൊരു ഫീലിങ്. തലയ്ക്ക് എന്തോ ഒരു മന്ദപ്പ് പിടിച്ച പോലെയൊക്കെയായി. എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു കൂട്ടിയത്? അമ്മ മൈൻഡ് ചെയ്യാതെ വാശി കയറ്റിയപ്പോൾ എനിക്ക് അമ്മയെ കീഴടക്കാൻ തോന്നിയോ? അതോ അമ്മയോട് എനിക്ക് പ്രേമം പോലെ എങ്ങാനും ആണോ? ഞാൻ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ബെഡിലേക്ക് ഒരൊറ്റ വീഴ്ച. മലർന്ന് കിടന്ന് ഞാനിങ്ങനെ കണ്ണടച്ച്. എന്നിട്ട് ആ ഒരു ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. ആ സ്വർണ്ണമാലയും ഡ്രസ്സും അതും ഇതും ഒക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. ആ ഒരു ഗന്ധവും
അതെല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ ലവൻ അങ്ങ് വേഗം സെറ്റായി. ഇനിയും ഞാനിത് ഇതാക്കിയില്ലെങ്കിൽ അവനൊരു തന്തയ്ക്ക് വിളിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവനൊന്ന് പുറത്തേക്ക് എടുത്തിട്ടു. അവൻ്റെയൊക്കെ നിൽപ്പ് കാണണം. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചു. ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അമ്മയുടെ ദേഷ്യം കയറ്റി വെച്ചിട്ടുള്ള കള്ള നോട്ടവും മുഖത്തിന് മാറ്റുകൂട്ടുന്ന മുഖത്തെയും വട്ടക്കവളും ആ ചുണ്ടുകളും ചിരിക്കുമ്പോൾ തെളിയുന്ന നിരയത്ത പല്ലുകളും അതൊക്കെ ഞാനിങ്ങനെ മനസ്സ് സങ്കല്പിച്ചു. എന്നിട്ട് ഞാൻ കെട്ടിലിൽ കിടന്നിട്ട് നല്ലവണ്ണം ഇതാക്കുക. പെട്ടെന്ന് രസം മുറിച്ചുകൊണ്ട് അച്ഛൻ്റെ വിളി, നീ കഴിക്കുന്നില്ലേടാന്ന്. ഞാൻ കുളിച്ചിട്ട് വരാം, ഞാൻ ഓളിയിട്ട് പറഞ്ഞു. എന്നിട്ട് കണ്ണടയിൽ നോക്കി. അവനിങ്ങനെ സെറ്റായിട്ട് നിൽക്കുക. അതൊക്കെ ഒന്ന് മാറ്റി തോർത്തൊക്കെ എടുത്ത് വാഷ്റൂമിലേക്ക് കയറി ഷവർ ഓണാക്കി. എന്നിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് സ്പീഡാക്കി. അമ്മയുടെ ഓരോന്നാക്കിയില്ലേ, ആ ഒരു മനോഹരതയൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതെ, അവ ഇതാക്കാൻ നിൽക്കുന്ന ഒരവ്യക്തതയുണ്ട്. എന്നാലും ഒന്നുമില്ലാണ്ട് ഞാൻ തൊട്ട് മുമ്പേ എന്തായിരിക്കുമല്ലേ രസം. ഷവറിന് താഴെ നിന്ന് ഞാൻ കണ്ണടച്ച് നല്ല രീതിക്ക് അമ്മയായിട്ട് ഇതാക്കുന്നൊരു സ്വപ്നം കണ്ടു. അതോട് കൂടി വൺ എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നല്ല രീതിക്കൊരു പരിപാടിയും പാസ്സാക്കി കുളിയൊക്കെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി ഞാനങ്ങ് ഹാപ്പി ആയിട്ടായി. അങ്ങനെ ആ ദിവസം അങ്ങനെ പോയി. ഞാൻ താഴെത്തിയപ്പോഴേക്കും അമ്മയും അച്ഛനും ഉറങ്ങിയിരുന്നു. ഞാൻ കഴിച്ചു കിടന്നു. പിന്നെ പുലർച്ചെ 9 മണി. അപ്പുറത്തെ വീട്ടിലെ ലവൻ ആ പട്ടി കുറച്ചെന്നെ എണ്ണീപ്പിച്ചു. വല്ല പണിക്കും പോടാ എന്ന് പറയുന്ന പോലെ തോന്നി എനിക്ക്. പൊക്കോളത് ഞാനും ആത്മകഥം പറഞ്ഞ് വീണ്ടും കമഴ്ന്ന് കിടന്നു. ഞാൻ വീണ്ടും മയങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് എൻ്റെ പുറമേക്ക് ആരോ പിടിച്ചെരിയുന്ന പോലെ, ഒഴികെയല്ല പതുക്കെ ഇതാക്കുന്ന പോലെ തോന്നി. ആളെ എനിക്ക് മനസ്സിലായി. ആരായിരിക്കും? വേറെ ആരാ? എൻ്റെ അമ്മ തന്നെ. ഇതിടയ്ക്കൊക്കെ എനിക്ക് ലേറ്റ് ആകുമ്പോഴൊക്കെ കിട്ടാറുള്ളതാണ്. ലേറ്റായി പേസ്റ്റ് എടുക്കാൻ അടിയിലേക്ക് ചെല്ലുമ്പോൾ ഒക്കെ അമ്മ ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് പുറമേ ഇതാക്കാറുണ്ട്. വയസ്സ് 27 ഇപ്പോൾ. നിങ്ങളത് നോക്കണം. അമ്മയ്ക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. മനുഷ്യൻ്റെ ഉള്ള നാണം കൂടെ പോവും. അമ്മായി ഒക്കെ വന്നിരിക്കുമ്പോൾ ആണെങ്കിൽ ദേഷ്യം പിടിക്കും. അമ്മ അതൊക്കെ ഒരു സാധാരണ ചെയ്യുന്ന പോലെ അമ്മ പോലും അറിയാതെ കലക്കി ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് രാവിലെ തന്നെ ഞാൻ കൈയെത്തിച്ച് കൈപിടിച്ചു. വീണ്ടും കൈ അവിടെ തന്നെ. അവസാനം ഞാൻ തിരിഞ്ഞു കിടന്നു. അതിങ്ങനെ ഇതായിട്ടൊന്നുമില്ല. ഒന്ന് കുറച്ചതായിട്ട് കിടക്കുക. ഞാൻ കണ്ണടച്ച് കിടന്നു. ഞാൻ ചോദിച്ചു, എന്താ? അമ്മ കുളച്ചിറങ്ങിയിട്ട് അധികം നേരമായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. നല്ല സുഗന്ധമുള്ള സോപ്പിൻ്റെ മണവും പിന്നെ ആ സിന്ദൂരത്തിൻ്റെ ചെറിയ കുത്തുള്ള മണവും എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരുന്നു. അമ്മ മിണ്ടുന്നില്ലല്ലോ. ഞാൻ ഡൗട്ട് അടിച്ച് കിടന്നു. അച്ഛൻ ഫോൺ വിളി കഴിഞ്ഞ് തിരിച്ചു വന്നതാ. എന്താ രണ്ടുപേരും കൂടി വഴക്കാണോ? അച്ഛൻ്റെ ഫുഡ് എല്ലാം എടുത്ത് വെച്ചിട്ട് വന്ന് വിളിച്ചു. വരൂ, നമുക്ക് കഴിക്കാം. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. നല്ല സ്വാദിഷ്ടമായ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എല്ലാവരോടും യാത്ര പറയാനൊരുങ്ങി. എന്നാൽ ശരി അങ്കിളെ, എന്നാൽ ശരി ആൻറ്റി, നമുക്ക് ഇനിയും കാണാം. അപ്പം തന്നെ പറഞ്ഞു, കാണുന്നതൊക്കെ കൊള്ളാം, പഠിത്തം വഴിമുട്ടരുതെന്ന്. ഇല്ല അങ്കിളെ, അതൊന്നും വഴിമുട്ടില്ലെന്ന് ഞാൻ തിരികെ പറഞ്ഞു. എന്നിട്ട് ഞാൻ എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തിറങ്ങി. ഞാൻ പോയി കഴിഞ്ഞ് പത്മയുടെ മനസ്സിൽ ഇവരെന്തായിരിക്കും ഉദ്ദേശിച്ച് പറയുക എന്നൊരു വേവലാതിയായിരുന്നു. ഞാൻ വീട്ടിലെത്തി. അമ്മ അച്ഛന് നല്ല ഉറക്കമായിരുന്നു. ഞാൻ എൻ്റെ റൂമിൽ പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം കോളേജിൽ പോയി അച്ഛനെ കണ്ടു. എടാ, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? നീ ഓക്കെ അല്ലേ? എൻ്റെ അമ്മ ഒരു ചെറിയ ദേഷ്യത്തിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ നീ എൻ്റെ അമ്മയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമ്മുടെ കാര്യമൊന്നും നേരെ പോകുള്ളൂ. പിന്നെ അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, ഇന്നലെ ബോൾഡായിട്ട് ഇനി കാര്യങ്ങൾ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞു, അത് നീ പേടിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാനും അർച്ചനയും കൂടി ഒരു കോഫി കുടിക്കാൻ പോയി. കോഫി കുടിക്കുന്ന സമയം ഞാൻ അവളുടെ കൈകോർത്ത് പിടിച്ചു. അർച്ചന ചോദിച്ചു, എന്താടാ ഒരു സ്നേഹം കൂടുതലാണല്ലോ എന്ന്. എന്നിട്ട് അർച്ചു പറഞ്ഞു, എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി കുരിപ്പേ?
അവൾ പറഞ്ഞു, എടാ ഈ ശനിയാഴ്ചൻ്റെ അമ്മയുടെ പിറന്നാളാ. ഞാൻ പറഞ്ഞു, ശരിക്കും? എന്നാൽ നമുക്കൊരു സർപ്രൈസ് കൊടുക്കണം. അർച്ചു പറഞ്ഞു, എടാ അതൊന്നും വേണ്ട. എന്നാ വേണ്ടാത്ത? അതെന്താ അങ്ങനെ? പറഞ്ഞാൽ പറ്റില്ല, ഒരു സർപ്രൈസ് കൊടുക്കണം നമുക്ക് എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. പക്ഷേ സർപ്രൈസ് കൊടുക്കാൻ അമ്മ മാത്രമേ അവിടെ കാണുള്ളൂ, അച്ഛൻ കാണില്ല. അപ്പം നമ്മളൊരു സർപ്രൈസ് കൊടുക്കണോ അച്ഛനില്ലാതെ? ഞാൻ പറഞ്ഞു, എടീ നീ വിഷമിക്കാതെ, ഞാൻ നിൻ്റെ അച്ഛനെ വിളിച്ച് കാര്യം തിരക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. എന്തായാലും നിൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് ഒരുപാട് ഇമ്പ്രസ് ചെയ്യാനുള്ളതല്ലേ, ഇത് അതിലേക്കുള്ളൊരു തുടക്കമായിക്കോട്ടെ. അർച്ചന പറഞ്ഞു, ശരിയാവിക്കൂ, അതാണ് അതിൻ്റെ ശരിയായ വഴി. നീ അച്ഛനെ വിളിച്ച് പറയും ഞാൻ എൻ്റെ കൂടെ എന്നും പറഞ്ഞ് അവളൊരു ഫ്ലൈങ്ങിൽ തന്നിട്ട് ഇതെൻ്റെ വിക്കൂന വാങ്ങിക്കുമെന്നും പറഞ്ഞിട്ട് ഞാനത് വാങ്ങി ഹൃദയത്തിലേക്കും വെച്ചു. എന്നിട്ട് അവൾ ആക്റ്റീവ എടുത്ത് വീട്ടിൽ പോയി. ഞാൻ എൻ്റെ ഡ്യൂക്കും എടുത്ത് എൻ്റെ വീട്ടിലേക്കും പോയി. ശേഷം ഞാൻ അവളുടെ അച്ഛനെ വിളിച്ചു. അങ്കിൾ, ഇത് ഞാനാ, വിഘ്നേഷ്. മോനെ മനസ്സിലായി, പറഞ്ഞോളൂ. അങ്കിൾ, അർച്ചന പറഞ്ഞു അമ്മയുടെ പിറന്നാളി വരുന്ന ശനിയാഴ്ചയാണെന്ന്. അത് കേട്ടതും അച്ഛൻ, എടാ മോനെ, അത് ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നിരിക്കുകയായിരുന്നു, നീ എന്നെ ഓർമ്മിപ്പിച്ചിട്ട് നന്നായി. അവൾക്കൊരു സമ്മാനം വാങ്ങിക്കണം, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങളെ? മോനെ, ഞാൻ വെള്ളി ശനി ഞായറും ഈ ദിവസം വീട്ടിൽ കാണില്ല, ഒരു ബിസിനസ് പരിപാടിയുണ്ട്. ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിത്തരാം, നീ അത് പത്മയ്ക്ക് കൊടുക്ക്. കൂടാതെ ഞാൻ കുറച്ച് പൈസ ഗൂഗിൾ പേ വഴി ഇട്ടുതരാം. നീ ആ പിറന്നാൾ ഗംഭീരാക്കണം, ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. ഞാൻ പറഞ്ഞു, ശരി അങ്ങളെ, ഞാൻ എല്ലാം നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചു. ഒരു ശ്വാസം വിട്ടു. എന്നിട്ട് ഞാൻ ചിന്തിച്ചു, എല്ലാം ഇനി എൻ്റെ തലയിൽ വന്നെത്തിയല്ലോ. സാരല്ല, എല്ലാം പൊടി പൊടിക്കണം. അവളുടെ അമ്മയ്ക്ക് എന്നെ തീരെ കണ്ടുകൂടാ, വരുന്നത് വരട്ടെ, അല്ല പിന്നെ. അങ്ങനെ ഞാൻ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൾക്ക് അച്ഛനില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒന്നിച്ച് കൂടാം. ശേഷം ശനിയാഴ്ച വന്നെത്തി. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. എൻ്റെ അമ്മ ചോദിച്ചു എവിടെ പോവാന്ന്. ഞാൻ പറഞ്ഞു, ഒരു ബർത്ത്ഡേ ചിലവുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 7 മണിക്ക് ഞാൻ അർച്ചനയുടെ വീട്ടിലെത്തി. അവളെന്നെ അകത്ത് ക്ഷണിച്ചു. അകത്ത് കയറിയ ഉടനെ എൻ്റെ കണ്ണ് പത്മയെ തേടിയായിരുന്നു. പത്മ ദാ അവിടെ സോഫയിൽ ഇരിപ്പുണ്ട്. പത്മ അതീവ സുന്ദരിയായിട്ടുണ്ട്. ഒരു പർപ്പിൾ കളർ സാരിയായിരുന്നു വേഷം. ഒക്കെ കൂടെ കണ്ടപ്പോൾ നല്ല രസമാണ് കേട്ടോ. പത്മാൻ്റെ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. എനിക്ക് തോന്നി ഒന്നെങ്കിൽ ഭർത്താവില്ലാത്തതിൻ്റെ വിഷമം, അല്ലെങ്കിൽ എന്നെ കണ്ടതിലുള്ള കലിപ്പ്. പിറന്നാളല്ലേ, ഒരു ഇഷ്യൂ വേണ്ടെന്നിട്ട് കരുതി പത്മ ആൻറ്റി ഒന്ന് ചിരിച്ചു. ഞാൻ വന്ന ഉടനെ വിഷൊക്കെ ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി എന്ന്. വരൂ, നമുക്ക് ഒട്ടും സമയം താമസിപ്പിക്കാനില്ല. ഇപ്പം തന്നെ പത്മ എണ്ണീറ്റു. അതൊരു സീനായിരുന്നു. ഞാൻ കൂടുതൽ പറയില്ല, അതൊക്കെ ഞാനത് സൈറ്റിലിട്ടേക്കാട്ടോ. എനിക്കെന്തോ അതൊക്കെ കണ്ടപ്പോൾ എവിടേക്കൊക്കെയോ കണ്ടിങ്ങനെ പോകുന്നുണ്ട്. പത്മ ഒന്ന് തിരിഞ്ഞു. അപ്പോൾ അതും കണ്ടു. എന്തൊരു രസമാണെന്നറിയോ. ആരൊക്കെ കണ്ടാലും പത്മയൊന്ന് ഇതാക്കാനൊക്കെ തോന്നും വിധമായിരുന്നു അവളുടെ ഓരോന്നും. അച്ഛൻ അങ്ങനെ അവളുടെ അച്ഛനെ വീഡിയോ കോൾ വിളിച്ചു. കേക്കൊക്കെ കട്ട് ചെയ്ത് വിഷൊക്കെ പറഞ്ഞു. കേക്ക് കട്ട് ചെയ്യാൻ നേരം ഒന്ന് എങ്ങനെയായിരിക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്യുക, ഇത്തിരി കുനിയത്തില്ല, അതുമാതിരി തന്നെ. അപ്പോൾ പത്മയുടെ ഇതൊക്കെ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കാണേ അതും കൂടി കണ്ടപ്പോൾ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു, പത്മയായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കിയേ പറ്റുള്ളൂ എന്ന്. ഇതുവരെ എനിക്കൊരു തമാശ പോലായിരുന്നു എന്നാൽ ഇപ്പോൾ എന്തോ എനിക്കാളെ വേണമെന്ന് മനസ്സ് പറയുന്നു. ഞാൻ അങ്ങള് വാങ്ങി തന്ന ഗിഫ്റ്റ് പുറത്തെടുത്ത് പത്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ വാങ്ങിയൊരു ഗിഫ്റ്റും പത്മയ്ക്ക് കൊടുത്തു. ശേഷം ഞാൻ പറഞ്ഞു, അതൊക്കെ ഒന്ന് തുറന്നു നോക്കാൻ. പത്മ ഇപ്പോൾ മുഖത്ത് കുറച്ച് സന്തോഷം വന്നിട്ടുണ്ട്. എന്നിട്ട് പത്മ ഗിഫ്റ്റൊക്കെ തുറന്നു. അതിൽ അങ്ങള് കൊടുത്ത ഗിഫ്റ്റ് ഒരു ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു. ഞാൻ കൊടുത്ത ഗിഫ്റ്റായിരുന്നു അടുത്ത് തുറന്നത്. അതിങ്ങനെ പത്മ പുറത്തെടുത്തു. അതൊരു വാച്ചായിരുന്നു. പത്മ അത് കണ്ടിട്ട് എന്നോട് താങ്ക്സ് പറഞ്ഞു. ഞാനൊന്ന് ചിരിച്ചു. എന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. കുറച്ച് ഫോട്ടോസിൽ പത്മ ഒരു
അതൊക്കെ തന്നെ അതുപോലെ ഇരിപ്പുണ്ട്. തൽക്കാലം ഫോട്ടോസൊക്കെ വെച്ചൊന്ന് ഇതാക്കാമെന്നും കരുതി ബാക്കി പടിയെ ആളെ ഒന്ന് വളച്ചതാക്കണം. അങ്ങനെ കഴിക്കാൻ സമയമായി. അപ്പോൾ പത്മ കിച്ചണിൽ പോയി ഫുഡൊക്കെ എടുത്തു. ഹോളി ഞാനും അവൾ മാത്രമായിരുന്നു. പത്മ പോയ തട്ടം നോക്കി ഞാൻ അർച്ചനെ ഒന്ന് ഇതാക്കി. അവളൊന്ന് പതറി. എടാ വീട്, എൻ്റെ അമ്മയുണ്ട്, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഞാൻ പിടി വിട്ടു. എന്താടി ഞാനൊന്ന് ഇതാക്കിനും. അതൊക്കെയാണ്, പക്ഷേ ഇപ്പം അതിനുള്ള സാഹചര്യമല്ല. അപ്പോൾ അതൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് ഞാൻ അവളെ ഒന്നുകൂടെ ഒന്ന് ഇതാക്കി. ഒരു ബലം പിടുത്തം, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇതാക്കി. അവളാണെ ഒന്ന് ഷോക്കായ പോലെ നിന്നു. എടാ വേണ്ട, എനിക്ക് പേടിയാ, വേണ്ട കേട്ടോ. അവൾക്ക് ഇപ്പം തന്നെ നല്ലത് വേണമെന്നൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു സമയം കിട്ടുമ്പോൾ തന്നെ ഞാൻ തിന്നും. അപ്പോൾ കിച്ചണിൽ നിന്നൊരു വിളി വന്നു. മോളെ നീ എവിടെ? അയ്യോ എൻ്റെ അമ്മ വിളിക്കുന്നു എന്നും പറഞ്ഞ് എന്നെ തള്ളി മാറ്റി അവൾ അകത്തേക്ക് പോയി. എന്നിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു. കഴിക്കുന്ന സമയത്ത് അർച്ചന വായിട്ട് അലച്ചിലായിരുന്നു. ഒരു വായാടി പെണ്ണാണല്ലോ അവൾ. പക്ഷേ ഞാൻ അർച്ചനെ അല്ലായിരുന്നു ശ്രദ്ധിച്ചത്. എൻ്റെ കണ്ണു പോയത് പത്മയിലേക്കാണ്. ഇങ്ങനെ കഴിക്കുമ്പോഴും എന്താ പറയുക, അതൊക്കെ ചെറുതായിട്ടൊക്കെ കാണാവേ ഒരു കുളിർമയായിരുന്നു. എങ്ങനെ ആൾ പിന്നൊന്ന് നേരിതായപ്പോഴാണ് എനിക്കെൻ്റെ സ്വയംപൂർവ്വം തന്നെ തിരിച്ച് കിട്ടിയത്. ഞാനിങ്ങനെ എന്താ പറയുക, എന്നെ കൺട്രോളാക്കിയിരുന്നു. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എണ്ണീറ്റു. ഹോളിലിരുന്ന് അർച്ചന പ്ലേറ്റ്, ഞാൻ പോയി ഹോളിലിരുന്നു. അർച്ചന പ്ലേറ്റെല്ലാം കഴിക്കുമായിരുന്നു കിച്ചണിലേ. അപ്പോൾ പത്മ എൻ്റെ അടുത്ത് വന്നു. ഹലോ മോനെ, എന്താ നിൻ്റെ ഉദ്ദേശം? എൻ്റെ മോളുടെ പുറകെ നടക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞില്ലേ, എന്താ അതിൻ്റെ തീരുമാനം? ഞാൻ പറഞ്ഞു ആൻറ്റി എനിക്കത് താല്പര്യമില്ല. പത്മ ഒന്നിനെ നോക്കി, എന്നിട്ട് പറഞ്ഞു നീ ആവശ്യപ്പെടുന്നത് എന്തും തരാം. നീ എൻ്റെ മോളുടെ ബന്ധം അവസാനിപ്പിക്കണം. ഞാൻ ചോദിച്ചു എന്തും തരുമോ? തരാമെന്ന് പത്മയും പറഞ്ഞു. ഞാനൊന്ന് ആലോചിച്ചു. എന്തോ എൻ്റെ കുരുട്ട് ബുദ്ധി തോന്നി. ഞാനതങ്ങ് പറഞ്ഞു. ശരിയെന്നാ, ഇനി അടുത്താരുമില്ലെങ്കിൽ ഇയാളെ പത്മ എന്ന് പേരെടുത്ത് വിളിക്കും. ഇത്രയേ ഉള്ളൂ എന്ന് പത്മ എന്നെ നോക്കിയൊരു ചോദ്യചിഹ്നം പോലെ. ഇല്ല പത്മേ, എനിക്ക് പത്മയുടെ അതൊക്കെ ഒന്ന് കാണണം. വൃത്തികെട്ടവൻ, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? പത്മ ശബ്ദം ഒന്ന് കടുപ്പിച്ചു. പക്ഷേ അച്ചത്തിലായിരുന്നില്ല. ഞാനൊരു അടി പ്രതീക്ഷിച്ചു, എന്നാൽ അതുണ്ടായില്ല. എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. എന്നിട്ട് ഞാൻ പറഞ്ഞു പത്മയ്ക്ക് മോളെയല്ലേ വേണ്ടത്, അർച്ചനയല്ലേ പത്മയുടെ എല്ലാം. അപ്പോൾ മോൾക്ക് വേണ്ടി കുറച്ച് ത്യാഗമൊക്കെ സഹിക്കണം. പത്മ കുറച്ച് ശാന്തമായി ഇരുന്ന് ആഴമേറിയ ചിന്തയാണെന്ന് തോന്നുന്നു പത്മ. എനിക്ക് മുഖത്തിൽ കാണാം. അർച്ചന അപ്പോഴേക്കും കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞ് എത്തി. എന്താ രണ്ടുപേരും കൂടി ചർച്ച? ഒന്നുമില്ല മോളെ, പത്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഉടനെ അർച്ചന എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു. അർച്ചന പറഞ്ഞു അതിനെന്താ, ബാ എൻ്റെ റൂമിൽ പോയിക്കോ. അപ്പം തന്നെ പത്മ എണ്ണീറ്റ് ഞാൻ ബാക്കി ജോലിയെല്ലാം ഒന്ന് തീർക്കട്ട് പോലും, അവന് ബാത്റൂം കാണിച്ചു കൊടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് പത്മ അങ്ങ് പോയി. ഞാൻ അർച്ചനയെ ഫോളോ ചെയ്ത് അവളുടെ റൂമിലെത്തിയ സമയം തന്നെ ഞാൻ അവളെ ബാക്കിൽ കിടന്നതാക്കി. അതൊക്കെ ആകുമ്പോൾ പിന്നെ എന്തായിരിക്കുമല്ലേ അവിടെ ചെറിയ ചെറിയ ഇതൊക്കെ ഒരു പകുതി ബോധത്തിലായിരുന്നു. അപ്പോൾ അവൾ എന്ന് വെച്ചാൽ അങ്ങ് എത്തുമ്പോഴത്തേക്ക് ആ ബോധമൊക്കെ പോയി തുടങ്ങുമല്ലോ. അർച്ചന പിന്നെ പതിയെ സ്വയംബോധം വീണ്ടെടുത്തിട്ട് എന്നോട് പറഞ്ഞു, എടാ ഇപ്പം വേണ്ട പ്ലീസ്, നമുക്ക് പിന്നെ ആവാം, അമ്മയുണ്ട്, നല്ല പ്രശ്നമാവും, എൻ്റെ വീക്കുമല്ലേ, ഞാൻ പറയണമെന്ന് കേക്ക്, പിന്നെ എല്ലാം തരാമെന്ന്. ഞാനോർത്തു ശരിയാ, പയ്യത്തിന് പനിയും തിന്നാം എന്നാണല്ലോ, എന്നാൽ പിന്നെ എൻ്റെത് അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ഞാൻ കരുതി. അർച്ചന ചിരിച്ചു. എന്നിട്ട് എനിക്കൊരിത് തന്നിട്ട് നീ താഴെ പോയിക്കോ, ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഇതാക്കിയിട്ട് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഞാൻ ചോദിച്ചു അതിനാണോടി? അവൾ പോടാന്നും പറഞ്ഞു. ഞാൻ പിന്നെ റൂമിൽ നിന്നിറങ്ങി താഴെ കിച്ചണിൽ പത്മ നിൽക്കുന്നു. എന്നിട്ട് എൻ്റെ പത്മയെ ഞാനൊന്ന് നല്ലപോലെ ഒന്ന് നോക്കി. എന്താ ഒരു ഇതെന്നറിയോ, എനിക്ക് മൊത്തത്തിലങ്ങ് ഇഷ്ടപ്പെട്ടു.
ഞാനെങ്ങനെ ആളുടെ അടുത്തേക്ക് ചെന്നു. എന്താ പത്മ ഒരു ആലോചന? പത്മ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു ചിന്ത. പത്മ ആലോചിച്ചു. ജസ്റ്റ് അതല്ലേ, അതിലൊന്ന് കാണിക്കാൻ തന്നെ കരുതി. അതിനേക്കാളും വലുതല്ലേ മോള്. ഇങ്ങനെ സ്വയം ചിന്തിച്ചിട്ട് പത്മ പറഞ്ഞു, നീ നേരത്തെ പറഞ്ഞതിൽ എനിക്ക് സമ്മതമാണ്. ഞാനാണേ ഒന്ന് കണ്ണ് തള്ളി. ശരിക്കും സമ്മതമാണോ? പത്മ പറഞ്ഞു, സമ്മതമാണ്. നിനക്കെന്താ അപ്പോൾ ഇത് ചെയ്യേണ്ടേ? ഞാൻ പറഞ്ഞു, ആ സാരി ഇതാക്കി കേട്ട് അതൊക്കെ ഒന്ന് കാണിച്ചാൽ മതിയല്ലോ. പത്മ ഒന്ന് സ്തംഭിച്ചു നിന്നു. നേരത്തെയുള്ള ധൈര്യം ഇപ്പോൾ പത്മയ്ക്ക് കാണുന്നില്ല. ഞാൻ പറഞ്ഞു, വേഗാവട്ടെ, അർച്ചന വാഷ്റൂമിന് ഇപ്പം താഴെ വരും, അതിന് മുന്നേ പെട്ടെന്നാവട്ടെ. അതും പറഞ്ഞ് പത്മ സാരി താഴെ ഇതാക്കിയത് ഒരു മനസ്സില്ല മനസ്സോടൊന്ന് പൊക്കി. ഇപ്പോൾ എനിക്ക് കാൽപ്പാതൊക്കെ കാണാം നല്ല പോലെ. പക്ഷേ പത്മയെ കുറച്ചുകൂടെ ഒന്ന് പൊക്കുന്നേ. അന്ന് വേഗം അവൾ ഇപ്പം എത്തും. പത്മ മുഖം ധരിച്ചു നിന്ന് അത് വീണ്ടും ഇങ്ങനെ മുട്ടിനടുത്ത് വരെ ഇതാക്കി. അതായിരുന്നു അവൾ ചോദിച്ചിരുന്നത്. അതിൻ്റെ അവിടേക്ക് നല്ലോണം കാണുകയും ചെയ്യാം. എന്നിട്ട് അതങ്ങ് ഇതാക്കി. കണ്ടല്ലോ, തൃപ്തിയായല്ലോ നിനക്ക്, ഇനി എൻ്റെ മോളെ വിട്ട് പൊക്കോ. ഞാൻ പറഞ്ഞു, പത്മയെ അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. ആള് മുഖം വീർപ്പിച്ചു. പത്മ, ഞാൻ പറയട്ടെ, എന്നിട്ട് ബലം പിടിക്ക്. ഇനി എനിക്കും അവൾക്ക് ഒരു 6 മാസം കൂടിയുണ്ട് ഡിഗ്രി പൂർത്തിയാക്കാൻ. അത് കഴിഞ്ഞ് അവൾ PG പഠിക്കാൻ പോകും. ആ സമയം ഞാൻ അവളെ ബ്രേക്കപ്പ് ആക്കാം. ഇപ്പം ഞാൻ വീട്ടിൽ പോയാൽ അത് അവളുടെ പഠിത്തം ബാധിക്കും. പഠിത്തക്കാര്യം പറഞ്ഞപ്പോൾ പത്മ ഒന്ന് ബലം പിടുത്തം വിട്ടു. ഞാൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലായി. ശരി, അത് ഞാൻ അംഗീകരിച്ചു. PG പഠിക്കാൻ പോകുമ്പോൾ നീ അവളെ വിട്ടു പോയാൽ മതി. മോളുടെ പഠിത്തം ഒരിക്കലും തടസ്സപ്പെടരുത്. പത്മ വീണ്ടും ഒന്ന് ശ്വാസം വിട്ടു. പക്ഷേ ഞാൻ വീണ്ടും ഒരു ഡിമാൻഡ് വെച്ചു. കാരണം മോൾക്ക് വേണ്ടി പത്മ ജീവൻ വരെ കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, പത്മയെ, മോൾ PG പോകുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ പത്മ ഇവിടെ ഉണ്ടാവണം. എടോ എന്ന് പത്മ പറഞ്ഞതും ഒരു വിളി വന്നു, അമ്മേന്ന്. മോളെ ഇവിടെ ഉണ്ട്. അത് അർച്ചനയായിരുന്നു. ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഹാളിൽ വന്നു. അവിടെ അർച്ചു വന്നെത്തി. അപ്പം ശരി, ഇന്നത്തെ ദിവസം സൂപ്പറായി. എല്ലാവരും ഒന്ന് ചിരിച്ചു. ഒരു സെൽഫി കൂടി എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ ഫോൺ എടുത്തു. എന്നിട്ട് അർച്ചനയുടെ കൈ കൊടുത്തു. ഞങ്ങൾ 3 പേരും ചേർന്നൊന്ന് സെൽഫി എടുത്തു. ഞാൻ 2 പേരുടെ നടുക്കായിരുന്നു. ആ തക്കം നോക്കി ഞാൻ പത്മയുടെ ആടിക്കുന്നതാക്കി, കൂടാതെ അർച്ചനയുടെ പുറത്ത്. എന്നിട്ട് അതൊക്കെ തന്നെ. അർച്ചന സെൽഫി എടുത്തു കഴിഞ്ഞു. ഞാൻ 2 പേരോടും യാത്ര പറഞ്ഞിറങ്ങി. പത്മ രാത്രി കിടക്കുന്ന സമയം ഒരുപാട് ചിന്തകളിലായിരുന്നു. ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് കിടന്നു. ഞാനിന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടിയത്. അവനെൻ്റെ കാലൊക്കെ കാണുകയും പറയുകയും ചെയ്തു. ഞാൻ കാണുകയും ചെയ്തു. പിന്നെ എൻ്റെ അടുത്ത് ഇതാക്കി. എനിക്ക് വിശ്വാസം വരുന്നില്ല. എൻ്റെ ഏട്ടനല്ലാതെ ആരും അങ്ങനെ ഇതാക്കിയിട്ടില്ല. എനിക്കെല്ലാം കൂടെ തലപ്പെരുപ്പ് വരുന്നു. എനിക്കെൻ്റെ മോളെ ആലോചിക്കുമ്പോഴാണ് പേടി. മോളുടെ പഠിത്തം, മോളുടെ ഭാവി എല്ലാം ഓർത്ത് പേടിയാവുന്നു. എന്തായാലും ഡിഗ്രി കഴിയുന്നത് വരെ, അതായത് ഒരു 6 മാസം കൂടി അവന് സഹിച്ചാൽ മതിയല്ലോ. അതിനുശേഷം അവനെ എഴുതി തള്ളണം. പക്ഷേ ആ 6 മാസം അവനിനി എന്തൊക്കെ ചോദിക്കുമോ എന്തോ. മോളെ ഓർത്ത് എന്ത് ത്യാഗവും സഹിക്കും. പക്ഷേ അതിന് വിട്ടു പോകരുത്. അത് ഞാൻ എടുക്കുന്ന തീരുമാനമാണ്. കാരണം എനിക്കൊരു കുടുംബമുണ്ട്. അങ്ങനെ കുറേ ചിന്തിച്ച് പത്മ പതുക്കെ നിദ്രയിലായി. അങ്ങനെ ആ ദിവസം വന്നു. അടുത്ത ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ ഉറക്കെണ്ണീറ്റ് പത്മയെ മനസ്സിനെ ധ്യാനിച്ച് ഒന്ന് ഇതാക്കിയാലോ എന്ന് കരുതി. അതോ അവളുടെ വീട്ടിൽ പോയിട്ടൊന്ന് ഇതാക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴമൊക്കെ പത്മയുടെ വീട്ടിൽ അങ്ങളുണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ പോയി കാണിക്കണോ? വേണ്ട. എന്നാൽ വെള്ളി, ശനി, ഞായറും എനിക്ക് ഓരോന്ന് പുറത്തെടുക്കാനുള്ള നല്ല ദിവസമാണ്. ഞാൻ രാത്രിയായപ്പോൾ വീട്ടിൽ പറഞ്ഞു എൻ്റെ പ്രണയത്തിൻ്റെത്. ആദ്യം അമ്മയ്ക്കൊരു ഷോക്കായെങ്കിലും പിന്നെ അതങ്ങ് സമ്മതിച്ചു. പക്ഷേ പ്രണയം കാരണം നിൻ്റെ പഠിത്തമൊന്നും ബാധിക്കരുതെന്ന് ഉപദേശവും. ഞാൻ പഠിത്തം ബാധിക്കില്ലെന്ന് ഉറപ്പമ്മയ്ക്ക് കൊടുത്തു. ഞാൻ അടുത്ത ദിവസം ക്ലാസ്സിൽ പോയി. അർച്ചു എന്നെ വന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, എടാ പന്നി, നീ എന്നെ ഒന്ന് എന്തൊക്കെയാക്കി. ഞാൻ പറഞ്ഞു, അതിന് മാത്രമൊന്നും ഇതാക്കില്ലല്ലോ, നീ എന്താ അന്ന് താഴെ വരാൻ വൈകിയേ? ഞാൻ ചോദിച്ചു.
അവൾ ഒട്ടനെ പറഞ്ഞു, ആ നീ ഇതിനകത്ത് പോയതിന് ശേഷം അത് തന്നെ. നീ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് വല്ലാണ്ട് ഒരുപാടായിപ്പോയി. പിന്നെ ഞാനൊന്ന് മൊത്തത്തിലൊന്ന് വാഷ്റൂമിൽ പോയി ഫ്രഷ് ആക്കിയിട്ടൊക്കെയാണ് വന്നത്. അച്ചടാ പാവ പറിച്ചു. എടാ നിനക്കൊക്കെ ഇതായിക്കഴിഞ്ഞാൽ ഞാൻ ചുറ്റുള്ളതൊന്നും ഓർമ്മ കാണില്ലല്ലേ. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, നിൻ്റെ അതൊക്കെ ഇതാ ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ഇത് മൊത്തം പോകും മോളെ. അതിനുശേഷം ഞാൻ പറഞ്ഞു, നമുക്കിത് ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്താലോ, ഒരു കിട്ടു ലൊക്കേഷൻ ഉണ്ട്, അവിടേക്ക് പോകാം. അവൾ പറഞ്ഞു, നിനക്കറിയാമല്ലോ വീട്ടിൽ കറക്കൊന്നും വേണ്ടെന്ന ഓർഡർ, അത് തെറ്റിക്കണോ? ഓ ഒന്ന് മിണ്ടാതിരിക്കടി പൊട്ടിപ്പെണ്ണെ, നീ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി. ഉച്ചയ്ക്കപ്പോൾ നമുക്ക് കറങ്ങാൻ പോകണം, എല്ലാം പറഞ്ഞ പോലെ. അങ്ങനെ ഉച്ചയായി. ഉച്ചയ്ക്ക് അവൾ കോളേജ് ബാക്കിൽ വന്നു. എൻ്റെ ബൈക്കെടുത്ത് ആദ്യം ഫുഡ് അടിക്കാൻ പോയ ഹോട്ടലിൽ പ്രൈവറ്റായി കപ്പിൾസ് ഇരിക്കാൻ പറ്റുന്ന സൈഡിൽ പോയിരുന്നു. ബിരിയാണി ഓർഡർ ചെയ്തു. എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് ചേർത്തിരുത്തി. കപ്പിൾ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഫുൾ കവേർഡാണ്, ആരും ഒന്നും അറിയില്ല. ഞാൻ അവളെ കണ്ണി നോക്കിയിട്ട് പറഞ്ഞു, എടീ നിൻ്റെ കണ്ണെന്താന്ന് കുറച്ച് വേറെ ഇത്, ആ നോട്ടത്തിൽ എന്തോ പോലെ. പിന്നെ അവിടെ എന്നിട്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അതൊക്കെ തന്നെ. പക്ഷേ അവൾക്ക് ചെറിയൊരു പേടിയുണ്ട്. ആളിടയ്ക്ക് പറയുന്നുണ്ട്, എടാ ആരെങ്കിലും കാണും. നീ പേടിക്കാതിരിക്കടി. എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഓരോ പരിപാടി ഇതാക്കി. അങ്ങനെ അവിടെ വെച്ച് തകർപ്പനൊരു പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും ബിരിയാണിയും വന്നു. ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ബിരിയാണി കഴിക്കുന്നത് ഒരു ഫീൽ തന്നെയാണ് അല്ലേ. ശേഷം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് സ്ഥലം വിട്ടു. രാത്രി കിടക്കാൻ നേരം ഞാൻ പത്മയെ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചു, ഹായിന്ന്. കുറച്ച് കഴിഞ്ഞ് എനിക്ക് റിപ്ലൈ വന്ന്, എന്ത് വേണമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പത്മയെ ഇങ്ങനെ എപ്പോഴും ബലം പിടിക്കാതെടി. ശരി, ബലം പിടിക്കുന്നില്ല, എന്താ നീ ഈ നേരം മെസ്സേജ് അയച്ചേ? ഞാനൊന്ന് ആലോചിച്ചു, ഒന്നിവിടെ നിന്ന് ഇതാക്കി വിട്ടാലോ. ഞാൻ പറഞ്ഞു, എടി പത്മേ, നാളെ അങ്കിളില്ലല്ലോ അല്ലേ വീട്ടിൽ, അപ്പോൾ ഞാൻ അവിടെ വരും നിന്നെ കാണാൻ. നാളെ ഒരു 3 ടാസ്ക് തരും, അത് ചെയ്യണം. പക്ഷേ ഇന്ന് ഞാനൊരു ടാസ്ക് തരും, അതുകൊണ്ട് തന്നെ ചെയ്യണം. ഇതെല്ലാം കേട്ട് പത്മ നല്ല ചൂടിലായി. എന്നിട്ട് ശാന്തായി. എൻ്റെ മോളുടെ ഭാവി ഓർത്തല്ലേ, ശരി അവനെന്ത് പറയുന്നു കേൾക്കട്ടെ. ഞാൻ മെസ്സേജ് അയച്ചു, ഹലോ പത്മയെ പോയോ, എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്, പറയും. ഓ ഞാൻ കരുതി പത്മ പോയി കാണുന്നു. ഞാൻ ടാസ്ക് പറയട്ടെ ഇന്നത്തെ. പത്മ വന്ന് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് പത്മയെ എനിക്കൊരു സെൽഫി അയച്ചു തരണം, കൂടാതെ കാൽപാദം കൊലുസിട്ടൊരു ഫോട്ടോയും. ഇതാണ് ഇന്നത്തെ ടാസ്ക്. പത്മ മനസ്സിൽ പറഞ്ഞു, ഓ ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു, അവൻ്റെ ഒടുക്കത്തെ സെൽഫി. ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു, ഹലോ പത്മേ, എന്തൊന്നും മിണ്ടാത്തേ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? പത്മ റിപ്ലൈ തന്നു, ശരി അയച്ചു തരാം. പത്മ തൻ്റെ ഭർത്താവിനൊന്ന് നോക്കി അടുത്തുണ്ടോയെന്ന്, പക്ഷേ വാഷ്റൂമിലായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ക്യാമറ ഓണാക്കിയിട്ട് ഒരു സെൽഫി എടുത്തു, എന്നിട്ട് സെൻഡ് ചെയ്തു. ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതാ പത്മ ഫോട്ടോ അയച്ചേക്കുന്നു. ഞാൻ ഓപ്പൺ ചെയ്തു. അമ്മോ, ഒരു രക്ഷയുമില്ല. സാധാരണ സാരി എടുത്താണല്ലോ കാണാറ്, അപ്പോൾ നൈറ്റിലുള്ളതൊക്കെ ഇട്ട് കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രത്യേക സുഖം. ഞാൻ പറഞ്ഞു, പത്മയെ സത്യം പറഞ്ഞാൽ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. പത്മ വന്ന് വീണ്ടും റിപ്ലൈ തന്നു, ഇനി ആ കാലിൽ കൊലുസിട്ടൊരു ഫോട്ടോ കാണിച്ചേ. പത്മ വിചാരിച്ചു, ഒന്നും വേണ്ടായിരുന്നു, അവനോട് മോളെ വിട്ട് പോകാൻ പറയേണ്ടിയിരുന്നില്ല എന്ന്. എന്തായാലും പറഞ്ഞു പോയി, ഇനി അവനെ പറഞ്ഞു വിടണം. എന്നിട്ട് പത്മ പറഞ്ഞു, ആ ശരി കാണിക്കാം. പത്മ എണ്ണീറ്റ് മാക്സിക്ക് ഇതാക്കിയിട്ട് ആ കൊലുസിട്ടൊരു ഫോട്ടോ എടുത്തു. എന്നിട്ട് അത് അയച്ചു തന്നു എനിക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ഓപ്പൺ ചെയ്തു. ഓ സൂപ്പർ, എനിക്ക് വയ്യ. അതൊക്കെ കണ്ടിട്ട് എന്തോ പോലെ. ഞാൻ ഇമോജീസൊക്കെ അയക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു പത്മയോട് തിരിച്ചും തരാൻ. പത്മ പറഞ്ഞു, അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, ഒരെണ്ണം താ പത്മേ, ഞാൻ സ്നേഹം കൊണ്ടല്ലേ ചോദിക്കുന്നത്. പത്മ എന്ന് ആലോചിച്ചു, ഒരെണ്ണം കൊടുത്തേക്കാം. എന്നിട്ട് തിരിച്ച് അതേ ഇമോജി എനിക്ക് അയച്ചിരുന്നു. എനിക്കാണേ നല്ല സന്തോഷമായി. ഞാൻ ഒന്നുകൂടി ഇതാക്കി ഒരു ഗുഡ് നൈറ്റും പറഞ്ഞു വെച്ചു. പത്മ ഇതൊക്കെ കഴിഞ്ഞങ്ങ് കിടന്നു. എന്നിട്ട്
ഒരുപാട് ചിന്തകളിങ്ങനെ മനസ്സിൽ കടന്നു വന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു ഒരു പിടിയുമില്ല. എന്നിട്ടാണ് പതിയെ കിടന്നുറങ്ങി. അതോടുകൂടി നമ്മുടെ കഥ ഇവിടെ തീരാതെ തീരുക. ഇതിൻ്റെ ബാക്കി ഭാഗമൊക്കെ നമ്മൾ ടെലിയിലും ആ സൈഡിലും കൊടുത്തേക്കുന്നതാണ്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നല്ല പച്ചക്കൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇതും ഇതിൻ്റെ ബാക്കിയൊക്കെ അവിടെ വന്ന് കേട്ടോളൂ കേട്ടോ. ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട, എല്ലാവരും കയറി നോക്കിക്കോ. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് കാണുന്നത് വരെ ബൈ. അമ്മ മിണ്ടുന്നില്ലല്ലോ. ഞാൻ ഡൗട്ടടിച്ച് കിടന്നു. അമ്മ മെല്ലെ എണ്ണീറ്റ് എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഞാൻ കണ്ണ് പകുതി തുറന്ന് അമ്മയുടെ നീക്കം എന്താണെന്നറിയാൻ ഒരു ചിരി ഒളിപ്പിച്ച അങ്ങനെ തന്നെ അങ്ങ് കിടന്നു. അപ്പോൾ ദേ ഓരോന്നിങ്ങനെ കാട്ടുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കിടന്നിട്ടുണ്ടൊന്ന് വട്ടതാക്കി. വീടടാ അച്ചു, എന്താടാ കൈയെടുക്കുന്നേ? ഷേ, അമ്മയുടെ കൊഞ്ചി കഴിഞ്ഞുള്ള വർത്താനം. ഞാൻ മെല്ലെ കണ്ണ് തുറന്നു. അമ്മ എന്നിലേക്ക് ഇങ്ങനെ ഇതായിട്ടിരിക്കുക. എന്താ ഇന്ന് പതിവില്ലാത്തൊരു ഇതൊക്കെ? ഞാൻ ചോദിച്ചു. എന്തേ, എനിക്കിതിനെ ഇതാക്കാൻ പാടില്ലേ? പിന്നെ പാടും ഞാനൊന്ന് ആക്കി പറഞ്ഞു. പോടാ. അമ്മ എൻ്റെ കൈ വിടിവിച്ച് എണ്ണീട്ട് നിന്നു. മുടി കണ്ണാടി നോക്കി കോതിക്കൊണ്ടിങ്ങനെ നിന്നു. അതെ, ഇന്നലെ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു മുത്തേ, അതും അവരുടെ മുന്നിൽ വെച്ച്? ഞാൻ അമ്മയൊന്ന് നോക്കി. പിന്നെ ചേട്ടൻ്റെ റൂമിലെ എയർ ഹോളിലേക്കും. അവൻ താഴെയാണ്. കേൾക്കത്തൊന്നും ഇല്ല. നീ ഇത് പറ, നീ എന്താ അങ്ങനെയൊക്കെ എന്നെ ഇതാക്കിയേ? നിനക്ക് പേടിയൊന്നും തോന്നിയില്ലേ? എവിടുന്നോ നിനക്ക് ഇത്രയും ധൈര്യം മോനെ? അതൊക്കെ ഉണ്ട്. അതറിയാനാണോ ഇപ്പോൾ ഈ സന്ദർശനം? അതും അറിയണം. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നില്ലേ? ഞാനൊന്ന് ആക്കി പറഞ്ഞു. ഞാൻ എണ്ണീറ്റു. എനിക്ക് നല്ല വിശപ്പ്. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്, ഞാൻ ഇപ്പം വരാം. അമ്മ കണ്ണാടി നോക്കി നിൽക്കായിരുന്നു. എന്താ പോണില്ലേ? അമ്മ അപ്പോഴേക്കും മുടി മുന്നിലേക്കിട്ട് മേടം ഇതാക്കിയിരിക്കണ്ട. കാലത്തെ നല്ല ഇതാണല്ലോ. നല്ലോണം ഇങ്ങനെ രസമായിട്ടുണ്ട് ഇങ്ങനെ കണ്ട് നിൽക്കാനേ. കാലത്ത് തന്നെ ഓരോന്ന് കളയല്ലേ എൻ്റെ പൊന്നമ്മേ. ഞാനിങ്ങനെ ചെവി പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു ജാട ചിരി ഉണ്ടായിരുന്നു അമ്മക്കത്ത്. പോയി എടുത്തു വെക്ക്, എനിക്ക് വിശക്കുന്നു. ഞാൻ ദേ വരുന്നു. ഒന്ന് ഫ്രഷായി വേഗം ഷോർട്ട്സും ബനിയനൊക്കെ ഇട്ടിറങ്ങി. ഞാൻ സ്റ്റെപ്പൊക്കെ ചാടിയിറങ്ങി നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു. അച്ഛൻ്റെ മുറിയിലാണ്. ജ്യോതിഷം പഠിക്കുന്നുണ്ട് മൂപ്പര്. ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട്. ഈ പ്രായത്തിലും അച്ഛൻ പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നതിൽ എനിക്ക് അച്ഛനോട് വല്ലാത്ത മതിപ്പായിരുന്നു. അടുക്കളയിൽ എന്തോ കാര്യമായിട്ട് പണിയിലാണ് അമ്മ. ചേട്ടൻ കാറൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ പുറത്തേക്ക് ചെന്നു. എന്താ, എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ചേട്ടനോട് ചോദിച്ചു. എറണാകുളം വരെ ഒന്ന് പോകണം. അവിടെ ഒരു ഫ്ലാറ്റ് നോക്കണം. വർക്ക് കൂടുതൽ അവിടെ നിന്നാണ് വരുന്നത്. കടവന്ത്ര ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് കുറേ ആയിടം നോക്കുന്നു. സെറ്റായിട്ട് പറയാമെന്ന് വെച്ചു. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുക, അതൊന്നും ഇനി കഴിയില്ല. എത്ര നാളെന്ന് വെച്ചിട്ടാ വീട്ടിൽ. പിന്നെ അവിടെ സിനിമയിൽ ആർട്ടൊക്കെ ചെയ്യുന്ന ഉണ്ണിച്ചേട്ടനുണ്ട്. പുള്ളി എന്നോടൊന്ന് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ശരി. ചേട്ടൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് എനിക്ക് ചെറിയ വിഷമമൊക്കെ ആയി. പുള്ളി ഒരു ഇൻട്രോവേർട്ട് ടൈപ്പാണേ. എല്ലാറ്റിനും എന്നെയാണ് വിളിക്കുക. ഒറ്റയ്ക്ക് ഇങ്ങനെ അവിടെ നിൽക്കും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. ഒരു കണക്കിന് ചേട്ടനൊന്ന് മാറുന്നതാണ് നല്ലത്. എന്നാലേ ആൾക്കൊരു പുരോഗതി ഉണ്ടാവും, സ്വഭാവത്തിലും പണത്തിലും. ഞാൻ ഉള്ളിലേക്ക് വരഞ്ഞു. ഇനി നേരെ അടുക്കളയിലോട്ട്. അമ്മ തിരിഞ്ഞു നോക്കി. വീണ്ടും പണി തുടർന്നു. ഞാൻ അമ്മയുടെ അടുത്ത് സൈഡിലായിട്ട് നിന്നു. എന്താ ഒരു ഗൗരവം? അമ്മ ഒന്നും മിണ്ടുന്നില്ല. അമ്മയ്ക്കെന്താ അറിയണ്ടേ? ചോദിച്ചേ. ഞാനൊരു വട്ടം ചോദിച്ചതല്ലേ നിന്നോട്? അമ്മ പറഞ്ഞു. അത് ഞാൻ ഉറക്കപ്പിച്ചിലായിരുന്നു, കേട്ടില്ലേ? ആണോ? എങ്കിൽ നീ കേൾക്കണ്ട. പറ അമ്മ. അമ്മയുടെ വായിന്ന് ഞാൻ ചെയ്തതിനോടുള്ള ഇഷ്ടം അറിയാൻ ഞാൻ വീണ്ടും ചോദിച്ചു. ഇന്നലെ നീ എന്നെ എന്താ അങ്ങനെയൊക്കെ ചെയ്തേന്ന്? ഞാനാണേ ആകെ പേടിച്ച് പോയി. ഞാൻ മെല്ലെ വിളിച്ചു. എന്നിട്ട് അമ്മയുടെ വലത്തെ കൈ ഇതാക്കി ആദ്യമേ ഒന്ന് ഇതാക്കി. എടാ, അവർ കയറി വരും, വീട്. ഞാൻ അമ്മയുടെ കൈ നോക്കി പറഞ്ഞു. ഞാൻ അന്ന് ഇവിടെ ഇതാക്കിയ പിറ്റേന്ന് രാവിലെ അമ്മ ഇതിലോരോന്നാക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് എന്നോട് നല്ല രീതിയിൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
അങ്ങനെ ആയിരുന്നല്ലോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ കണ്ണുകൊണ്ടുള്ള പരിപാടികൾ. പിടിക്കപ്പെട്ട് ചമ്മി ചൂളിപ്പോയ അമ്മയുടെ മുഖം നാണം കൊണ്ടിങ്ങനെ തുടുത്ത് നിന്നു. എനിക്ക് അമ്മയുടെ ഇഷ്ടമുണ്ട്, അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അമ്മയുടെ കണ്ണെ നോക്കി ഞാൻ പറഞ്ഞു. എൻ്റെ നോട്ടം സഹിക്കാൻ വയ്യാതെ അമ്മ തല കുനിച്ചു. സ്ലാബിൽ മുൻവശം ചാരി നിന്ന് അമ്മയുടെ ദേഹം പിന്നിലോട്ടായി നിന്നപ്പോൾ എന്തൊക്കെയോ ഒരു അങ്ങനെ ചെറുതായിട്ട് ഓരോന്നാക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് അച്ഛൻ്റെ ഡോറ് കിടക്കുന്ന ശബ്ദം കേട്ടു. ഹലോ, കഴിക്കണമെന്നും ആയില്ലേ? എന്തേ, കഴിക്കണമെന്നും ആയിട്ടില്ലേ? അച്ഛനമ്മയെ എടി പോടി ശാന്ത എന്നൊന്നും വിളിക്കില്ല. ഹലോ എന്ന് വിളിച്ചാൽ അമ്മ വിളി കേൾക്കും. അതാ പതിവ്. എന്തൊരു റൊമാൻറ്റിക് അല്ലേ? അങ്ങനെ ഞാൻ ചെറുതായിട്ടൊരു പരിപാടി ഒപ്പിച്ച് ഹോളിലേക്ക് അങ്ങ് നടന്നു. അമ്മ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഉരുമലുകളും കണ്ണുകൊണ്ടുള്ള കൊത്തിവലിയും ഞാൻ ഒരുപോലെ ആസ്വദിച്ചു. അന്നത്തെ ദിവസം അമ്മ മുകളിലേക്ക് കയറി വരാഞ്ഞതും അച്ഛൻ്റെ ചേട്ടൻ്റെയും സാമീപ്യവും കാരണം എനിക്കെന്തോ നല്ലണ്ടങ്ങ് അമ്മയുടേതാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ രാത്രിയായി. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ടി വിയൊക്കെ കണ്ട് സോഫയിലിരുന്നു. പതിവില്ലാതെ ഞാൻ അവിടെ ഇരിക്കുന്നത് അമ്മ ശ്രദ്ധിച്ച്. അച്ഛനും അമ്മയും കിടന്നു. 1/2 മണിക്കൂറായിട്ടുണ്ട്. ഈ അമ്മ എന്താ വരാത്തത്? ആ റൂമിൽ പുറത്തുനിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്ന് ഞാനിങ്ങനെ ആശിച്ചിരിക്കുകയായിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞു. ഒരു ഇംഗ്ലീഷ് പടമാണ്. അത് കണ്ട് ആകെ എന്താ പറയുക, കുറേ ഫൈറ്റും അതും ഇതൊക്കെ ഉള്ള മൂഡും കൂടെ അങ്ങോട്ട് പോയി കെട്ടി. ഞാൻ സ്വിച്ച് ഓഫ് ആക്കാൻ സോഫയിൽ നിന്ന് എണ്ണീറ്റതും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അമ്മ വന്നല്ലോ. അമ്മയും കൊതിക്കുന്നുണ്ടപ്പോൾ. ഞാൻ സോഫയുടെ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞിരുന്ന് വലത്തേക്ക് സോഫയിൽ നീക്കിയിട്ടു. ഇടത്തേക്കാളും മടക്കി കുത്തി നിർത്തി ഞാനിങ്ങനെ അറ്റത്ത് ടി വിക്ക് അഭിമുഖമായിട്ടിരുന്നു. അമ്മ ടി വിയിലേക്ക് നോക്കി മുടി ഒന്ന് പിന്നിലേക്ക് വിടർത്തിയിട്ടു. എന്നിട്ട് മന്ദം നടന്നെൻ്റെ അടുത്തെത്തി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അവിടെ എന്തിട്ട് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. തക്കർപ്പിനൊരു പരിപാടി തന്നെയായിരുന്നു. ശരിക്കും പതിയെ എന്താ പറയുക, അമ്മയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒന്നും ചെയ്യിക്കണമെന്നില്ലായിരുന്നു. എല്ലാം തനിയെ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അങ്ങേക്കാട്ടിലും കൂടെ ആകുമ്പോൾ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ആകെ നല്ല രീതിക്ക് അങ്ങ് ഹെവനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചും ഞാൻ ഹെവനിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് സ്വർഗം കാണിച്ച് ഞങ്ങൾ നല്ല രീതിക്ക് അവിടെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ നല്ല രീതിക്ക് ഇതാക്കുമ്പോൾ പൊതുവേ നമ്മൾ ക്ഷീണിക്കാറുണ്ടല്ലോ. ആ ക്ഷീണത്തിൽ അങ്ങനെ തന്നെ അങ്ങതായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ മൊത്തത്തിൽ എന്നപ്പോൾ കിട്ടുക? ഒന്ന് ക്ഷമിക്കെൻ്റെ മുത്തേ, ഇത്രയും പറ്റിയതെൻ്റെ ഭാഗ്യം. ഞാൻ എണ്ണിക്കുകയാണ്. അമ്മ കുറച്ച് നേരം കൂടി പോയച്ചു. ഇനി ഇത്ര മതി. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അച്ഛനും കാര്യം വേണ്ടിയിട്ടാ. ഇനി ജീവനോടെ കാണത്തില്ല. എൻ്റെ നെറ്റിലൊന്ന് ഇതാക്കിയിട്ട് എല്ലാം ഒന്ന് നേരെയാക്കി. ഞാൻ അപ്പോഴും സോഫയിലൊന്ന് എണ്ണീറ്റിരുന്നു. തിരിഞ്ഞു നിൽക്കുന്ന ആളുടെ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ വീണ്ടും ഇതായി. അമ്മ തിരിഞ്ഞൊരു കള്ള ദേഷ്യമൊക്കെ കാണിച്ചു. എന്നിട്ട് എൻ്റെ കൈയും വെടിവെച്ച് റൂമിലേക്ക് നടന്നു. അതിൻ്റെ കുറ്റി തുറന്ന് നോക്കി. എന്നിട്ട് ഈ ചെറിയൊരു ടെൻഷനോട് അമ്മയെ നോക്കി. അമ്മ തിരിഞ്ഞൊന്ന് കുഴപ്പമില്ല എന്ന മട്ടിൽ ആംഗ്യം കാണിച്ച് എന്നോട് ഉറങ്ങാൻ പോവാൻ പറഞ്ഞു. ഞാനും ടി വിയൊക്കെ ഓഫാക്കി മുകളിലേക്ക് കയറിപ്പോയി. ഒന്ന് ഫ്രഷായി മേലൊക്കെ കഴുകി കിടന്നു. കഴിഞ്ഞു പോയ നിമിഷങ്ങളെ ആലോചിച്ച് ഓരോന്നോർത്തെടുത്തു. മനസ്സിൽ അമ്മയാണെന്ന് സങ്കല്പിച്ച് തലയണ ഇതാക്കിയിട്ട് ഞാൻ അങ്ങനെ കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. അങ്ങനെ പിറ്റേന്ന് രാവിലെ സമയം 6 മണി. ഞാനെന്താവോ നേരത്തെ എണ്ണീറ്റു. ഓരോന്നാലോചിച്ച് എപ്പോഴോ പഴയൊരു ഓർമ്മയിലേക്ക് ഞാൻ വീണുപോയി. അധികം ആരുമില്ലാത്ത റോഡ്. ഇടയ്ക്കിടെ കൈകോർത്ത് പിച്ചിയും കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഒരു ചുന്ദരി പെൺകുട്ടി എൻ്റെ കൂടെ. അവിടെ നിന്ന് തിരിഞ്ഞപ്പോൾ ആ മുഖം ഞാൻ കണ്ടു. അതെ, അത് അനുവാണ്. എൻ്റെ എല്ലാം ആയിരുന്നവൾ. പിന്നെ അവളെക്കുറിച്ചുള്ള വിവരണീയ എന്താ പറയുക, ഒരു സ്വർണ്ണ കട്ടി തന്നെയായിരുന്നു. അഴകിൻ്റെ ഒരു തിക്കവ് തന്നെയായിരുന്നു അവൾ. അതെ, ഞങ്ങൾ ഈ നടന്നു പോകുന്നത് ഞങ്ങളുടെ പഴയ മെഡിക്കൽ കോളേജിലേക്കാണ്. പുതിയതിലാണ് ഞങ്ങളുടെ ക്ലാസ്സും പ്രാക്ടീസും ഒക്കെ. എന്നാൽ ഇവിടെ ക്യാൻസർ രോഗികളും ആയുർവേദം ഒക്കെയാണ്. മനസ്സിലായോ?
പൊതുവേ അവിടെ അധികം തിരക്കുണ്ടാകില്ല എന്ന് ഇപ്പോൾ മനസ്സിലായോ? അതെ, ഞാൻ അവളെ എന്തിനവിടെ കൊണ്ടുപോകുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ അല്ലേ? ഞാനിതാക്കാനും അവൾ എനിക്ക് തരാനും വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾ പോകുന്നത് കണ്ട് ഫാർമസിയിലെ ചേച്ചി നോക്കി ചിരിക്കുന്നുണ്ട്. അവൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ദിവസം കൂട്ടുകാരിക്ക് എന്താ വാങ്ങിച്ചു കൊണ്ടിട്ടായിരുന്നു. അത് അന്ന് തുടങ്ങിയ ചിരിയാണ്. ഗ്രാസ്. അങ്ങനെ ഞങ്ങൾ ബാക്ക് സൈഡിലൂടെ കോണിപ്പടിയൊക്കെ കയറി മുകളിലേക്ക് കയറി. ഏറ്റവും മുകളിൽ ഗ്രില്ല് വെച്ച് അടച്ചേക്കുക. അങ്ങോട്ട് ആരും തന്നെ വരത്തുമില്ല. എന്നാൽ അപ്പുറത്ത് നിന്ന് കാണാം നോക്കിയാലൊക്കെ. അവിടെ ക്യാൻറ്റീൻ സൈഡാണ്. അങ്ങനെ ഞങ്ങൾ കോണിയുടെ ഒരു നടുക്ക് ഭാഗത്തായി നിൽക്കും. പിന്നെ അവളുടെ കൂടെ. അതിപ്പോൾ നടക്കുമ്പോൾ ആയാലും ഇരിക്കുമ്പോൾ ആയാലും എന്നിത് താഴാറൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ പെണ്ണിൻ്റെ അട്രാക്ഷൻ്റെ റേറ്റ് എന്തിട്ടാണെന്ന്. അവളുടെ സ്മൈൽ അതിപ്പോഴും ആലോചിക്കുമ്പോൾ ദാറ്റ് വാസ് ഹൈലി അഡിക്റ്റീവ്. ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് താക്കും. എന്നിട്ട് പിന്നെ അവിടെ എന്തൊക്കെയാണ് നടക്കുകയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ നല്ല രീതിക്കൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ കയറി കേട്ടോളൂ കേട്ടോ. അങ്ങനെ അവളുമായിട്ടുള്ള നല്ല ദിവസങ്ങളാണ് ഇങ്ങനെ ആലോചിച്ചു. അതൊക്കെ ഓരോന്നാക്കാൻ എന്ത് രസമെന്നറിയോ? അവളാടെ പറ്റില്ല, വേണ്ടെന്ന് പറയത്തുമില്ല. ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ അവളുടേതും ഇങ്ങനെ കൂടി വരികയായിരുന്നേ. ഞാനിങ്ങനെ കോണിയുടെ താഴേക്ക് നോക്കിയിട്ട് ആരുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ദയനീയ ഭാവത്തിൽ അവനെ നോക്കി. എന്നെ ഒന്ന് വിട്ടു മാറി. ആ നോട്ടം അതിങ്ങനെ ചൂഴ്ന്നെടുക്കുന്ന ഒരു നോട്ട് തന്നെയായിരുന്നു. പിന്നെ പെണ്ണല്ലേ, ചിലതിനൊക്കെ ഒരു അടവിറക്കില്ല, പറ്റില്ല, വേണ്ട എന്നൊക്കെ. അപ്പോൾ എൻ്റെ അവസാനത്തെ അടവ് ഞാൻ ഇറക്കും. എൻ്റെ സ്വർണ്ണക്കെട്ടിയല്ലേ പൊന്നെ, അതിലെൻ്റെ പെണ്ണങ്ങ് വീഴും. അങ്ങനെ ഞങ്ങളുടെ പഴയ കെട്ടിടത്തിൽ ആ ഫാർമസിയുടെ സൈഡിൽ കൂടെയുള്ള കോണിപ്പടിയിലൊക്കെ കയറി അവിടെയുള്ള ഞങ്ങളുടെ പരിപാടി അത് ശരിക്കും നല്ല രസമായിരുന്നു. ഞാനും അതിനെ രസിച്ചാക്കിയത്. പിന്നെ എൻ്റെ പെണ്ണും കൂടെ ആകുമ്പോൾ അത്രയ്ക്ക് സന്തോഷമായിട്ടായിരിക്കില്ലേ നമ്മളിതാക്കുക. അങ്ങനെ എത്ര പേര് ഇങ്ങനെയൊക്കെ പരിപാടി കാണിച്ചിട്ടുണ്ട്. കാമുകന്മാരായിട്ടോ അല്ലാണ്ടോ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ ആരുമില്ലാതെ ഒരു പ്ലേസിൽ ഇങ്ങനെ ആരും ശ്രദ്ധിക്കാതൊക്കെ പോയി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്ന് കമൻറ്റിലിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നിതാക്കി കിടന്നപ്പോൾ ഫോൺ റിങ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഞെട്ടി. നല്ലൊരു സീന് കട്ടായ വിഷമത്തിൽ ഞാൻ ഫോൺ തപ്പി. അമ്മയാ. ഫോൺ എടുത്തു, ലൗഡിലിട്ടു. അതേ പുത്തേ, എണ്ണീറ്റേ വേഗം. വലിയമ്മ അഡ്മിറ്റാണ് മെഡിക്കൽ കോളേജിൽ, വേഗം പോകണം. ഓ നശിപ്പ്, കാലത്ത് തന്നെ ഇതെന്തുവാ? ആശുപത്രിയിൽ പോകണം, അതും അവളുടെ ഓർമ്മകളുള്ള അവിടേക്ക് തന്നെ. ഓ 100 വട്ടം ഞാൻ കുറേ ചീത്ത പറഞ്ഞു മനസ്സിൽ. ഞാൻ എണ്ണീറ്റു. അടിച്ചൊരു 20 പുഷപ്പ്. ആ കാലിപ്പങ്ങ് പോട്ടെ. ചേട്ടൻ എറണാകുളം ഷിഫ്റ്റ് ചെയ്യാൻ ഇറങ്ങാം, കാറ് കൊണ്ടുപോകും. ബസ്സിൽ അച്ഛന് വരാൻ പറ്റില്ല, ഞാനും അമ്മയും പോയി വരാമെന്നും പറഞ്ഞു. അങ്ങനെ ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മ ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട്, ഇനി 1 മാസം കഴിഞ്ഞല്ലേ ആൾ വരുള്ളൂ, എന്നും വിളിക്കണം, അലമ്പ് കൂട്ടുകാരൊന്നും കൂട്ടണ്ട എന്നൊക്കെ സ്ഥിരം അമ്മ ഡയലോഗ്സ്. ചേട്ടൻ പോയതിൽ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്, എനിക്കും. പക്ഷേ ചേട്ടനില്ലെങ്കിൽ മുകളിലത്തെ നില മുഴുവൻ എൻ്റെ അധീനതയിലാണ്. അതിലെനിക്ക് സന്തോഷമാണ്. അങ്ങനെ അമ്മ ഡ്രസ്സൊക്കെ മാറി വന്നു. ഒരു ബ്രൗൺ കളർ സാരി ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ഇതിലൂടെയൊക്കെ ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും. എന്നാലും ഒരു ദർശനമൊക്കെ കിട്ടണമെങ്കിൽ ഒരു ഇച്ചിരി പാട് തന്നെയായിരുന്നു. അങ്ങനെ നല്ല ചുന്തിരി പെണ്ണായിട്ട് അമ്മ വന്നു. അച്ഛൻ്റെ ഇരുന്ന് TV കാണാം. ഞാൻ മെല്ലെ അമ്മയുടെ റൂമിൽ കയറി കണ്ണാടി നോക്കി നിൽക്കുന്ന അമ്മയുടെ പിന്നിൽ ഞാൻ നിന്നു. അമ്മയെ പിന്നിൽ നിന്നിതാക്കി. എൻ്റെ പൊന്നെ, എന്ത് ഭംഗിയാണ് അമ്മയെ കാണാൻ. ആര് കണ്ടാലൊന്ന് നോക്കിപ്പോകും. എന്നിട്ട് ഇങ്ങനെ ഇതാക്കി നിൽക്കുക. അമ്മ മൊത്തത്തിലൊരിതായിട്ട് നിൽക്കുക. ആളെന്നെ നോക്കിയൊന്ന് ചിരിച്ച്. ഞാൻ വീണ്ടും ഇതാക്കി. അച്ഛനുണ്ട്, കളിക്കല്ലേ, പോയിട്ട് വേഗം വരാനുള്ളതാ, നീ പോയി അവിടെ ഇരിക്കി, ഞാൻ വരാം. വീടാൻ തോന്നുന്നില്ല അമ്മേ. ഞാൻ അമ്മയെ ഇങ്ങനെ ഇതാക്കി. ആ സിന്ദൂരത്തിൻ്റെ കുത്ത് ആ മൂക്കിലേക്ക് അടിച്ചതാക്കി.
അമ്മ എൻ്റെ കൈ തട്ടി പോകുന്ന ഹംഗ്യം കാണിച്ചു. ഞാൻ ഡോന്നിതാക്കിയിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അമ്മ ബാഗും എടുത്ത് തോളിലിട്ട് ഇങ്ങനെ അങ്ങ് വന്നു. യാത്രയും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. അവിടെയുള്ള ആണുങ്ങളുടെ കാര്യം പറയണോ? അവിടെയുള്ള ആണുങ്ങൾ മൊത്തം അമ്മയെ നോക്കി വെള്ളം ഇറക്കുക. പിന്നെ ഒരു ബേക്കറി ഉണ്ട്, പരിചയക്കാരനാണ് അയാൾ. എന്നെ വിളിച്ചൊരോന്ന് സംസാരിച്ചു. പുള്ളിയുടെ നോട്ടയിടയ്ക്ക് അമ്മയുടെ അവിടെയൊക്കെ പോകുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ബസ് വന്നു. ഞാൻ അമ്മയോട് വേഗം കയറിക്കൊന്നും പറഞ്ഞ് ഞാനും കൂടെ കയറി. 11 മണി ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ടൗണിലേക്ക് ടിക്കറ്റ് എടുത്തു. ഏകദേശം നടുക്ക് സീറ്റിൽ ഞങ്ങളിരുന്നു. എന്തിനാ നീ എന്നെ ഉന്തി കയറ്റി? ഞാൻ വീണ് പോയേനെ, അമ്മ പറഞ്ഞു. അത് പിന്നെ അവിടെ നിൽക്കുന്നവന്മാരുടെ നോട്ടം ശരിയല്ല, അതാ. അതിനെന്താ കുഴപ്പം? പിന്നെ ഒരു കുഴപ്പമില്ലേ, എൻ്റെ അമ്മ എങ്ങനെ നോക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് ശരി, എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് 4 ആൾ കാണുന്നത് ഇപ്പോൾ പ്രശ്നമായോ? അപ്പോൾ അമ്മ അതൊക്കെ അറിയുന്നുണ്ടല്ലേ? ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എവിടെ നിന്ന് നോട്ടം വന്നാലും പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഇത് ഞങ്ങൾക്ക് ശീലമാണ് മോനെ. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതല്ലേ ഞങ്ങൾ ഒരുങ്ങി നടക്കുന്നത്. നീ അങ്ങനെ തന്നെ അല്ലേ? ആണ്, പക്ഷേ ഇത് പോട്ടെ അച്ചു, അത് വീട്. അതൊന്നും കാര്യമാക്കണ്ട. അമ്മ എന്നോട് വളരെ കൂളായി സംസാരിച്ചു. ഞാനപ്പം അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്ന് മുതൽ എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയേ? എനിക്കെല്ലാം അറിയണം. അത് മുത്തേ, നിനക്കറിയാലോ, നീ 10ൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഓപ്പറേഷൻ നടന്നത്. അത് കഴിഞ്ഞ് അച്ഛൻ ശരിക്കും വയ്യാതായിരുന്നു. കൂടാതെ അത് കഴിഞ്ഞ് 2 മാസം ആവുന്നതിന് മുന്നെയാണ് ആ നട്ടെല്ലിൻ്റെ ഡിസ്ക് തെറ്റി അച്ഛൻ വീണ്ടും ഒന്ന് വീണത്. എത്ര ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. എല്ലാം ഈ വീടിന് വേണ്ടിയിട്ടാണ് അച്ഛൻ ചിലവാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ആർത്രൈറ്റിസും കൂടെ വന്ന് മുട്ടിൽ ഡിസ്ക് തേയ്മാനം കൂടി ആയപ്പോൾ നടക്കാൻ പോലും വയ്യാതായി. ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ അങ്ങേയറ്റം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒരു പെണ്ണെന്ന നിലയിൽ എൻ്റെ മോഹങ്ങളൊക്കെ ഞാൻ മൂടിക്കെട്ടി വെക്കേണ്ട അവസ്ഥയായിരുന്നു, പണ്ടും ഇന്നും. അപ്പോൾ അച്ഛനമ്മ അതിനു മുന്നും തൃപ്തിയിതാക്കിയിട്ടില്ലേ? ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വീട് നിൽക്കുന്നിടത്തൊരു കളിമണ്ണ് കൊണ്ടുള്ളൊരു കുടില. അതിലാണെങ്കിൽ ഒരു 10 പേരും, അമ്മായിയും മക്കളും വെല്ലച്ചനും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച്. പിന്നീട് അവരുടെ ഭാഗം കൂടി എഴുതി വാങ്ങിച്ചിട്ടാണ് ഇന്നീ കാണുന്ന വീട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സ്വകാര്യ നിമിഷങ്ങൾ വളരെ കുറവായിരുന്നു. പിന്നെ നിങ്ങളും കൂടെ ആയപ്പോൾ മോഹങ്ങളൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. ഒരു യന്ത്രം പോലെ അങ്ങ് ജീവിച്ചു. പേരിന് മാസത്തിലൊരിക്കലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടും. അച്ഛനതിന് വലിയ താല്പര്യമൊന്നുമില്ലടാ. പിന്നെ ഞാനും നിർബന്ധിക്കാൻ പോയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബവും ബന്ധുക്കളും തറവാടും സ്ഥാനവും ഒക്കെയാണ് ലഹരി. ശരിയാ, അച്ഛൻ ഇന്നേ വരെ റൊമാൻറ്റിക് ഞാനും കണ്ടിട്ടില്ല. അന്ന് ബർത്ത്ഡേക്ക് കേക്ക് വായി വെച്ച് തരാൻ പറഞ്ഞപ്പോൾ 2 പേരും പരുങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. വീട്ടിലും 2 സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ? അമ്മ തല കുനിച്ചു. അയ്യോ അമ്മേ, വിഷമിക്കല്ലേ, ഞാൻ ഇങ്ങനെ ഇതാക്കിയിട്ട് പറഞ്ഞു. ഒന്ന് ചിരിച്ചു എൻ്റെ അമ്മ. അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അമ്മ എനിക്ക് എന്തിഷ്ടമാണെന്നോ? ചെറുപ്പത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി എൻ്റെ അമ്മയാണെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. പിന്നെ രാത്രി ഞാൻ അമ്മ ഉറങ്ങുമ്പോൾ അമ്മയെ നോക്കി കിടക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അമ്മയ്ക്ക് പല്ല് വിളിക്കുന്ന പോലെ തോന്നാറുണ്ട്. എനിക്ക് പേടിയാകും, യക്ഷിയെപ്പോലെ തോന്നും. അപ്പോൾ അമ്മ അത് കേട്ട് വാവൊത്ത് ചിരിച്ചു. അയ്യേ എന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരാം. അമ്മ ഉഷാറായത് കണ്ട് ഞാനും ഓക്കെ ആയി. ഇനി പറ, എന്ന് മുതലാ അമ്മ എന്നോട്? എനിക്ക് അറിഞ്ഞൂടട മുത്തേ. നിൻ്റെ വളർച്ച ഞാൻ എപ്പോഴോ ആസ്വദിച്ച് തുടങ്ങി. ചിലപ്പോൾ ഒരാണിൻ്റെ സമീപം എനിക്ക് കിട്ടാത്തത് കൊണ്ടാകാം. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ. പിന്നെ നീ എന്നെക്കൊണ്ട് നടക്കുന്ന രീതി, അതൊക്കെ എനിക്ക് പുതിയതാ. പാർക്കിലും ബീച്ചിലും ഒക്കെ നിൻ്റെ കൂടെ പോരുമ്പോൾ എനിക്ക് ചെറുപ്പമായൊരു ഫീലാണ്. അതാ നമ്മളൊന്ന് എവിടെ പോയാലും അപ്പം ഞാൻ എങ്ങോട്ടേലും പോകാമെന്നൊക്കെ പറയുന്നത്. നിൻ്റെ കൂടെ ഞാൻ വളരെ ഹാപ്പിയായിട്ട് ഫീൽ ചെയ്യുക. പിന്നെന്താ അമ്മ പറയും? പിന്നൊന്നുമില്ല, അമ്മ കളിക്കല്ലേ പാറ. ഞാൻ അമ്മയുടെ കൈ പിച്ച്. അമ്മയ്ക്ക് വേദനിച്ച് ഞാൻ തന്നെ കൈ കഴിഞ്ഞ് കൊടുത്തു. പാറ അമ്മ പ്ലീസ്. നിന്നെ ഏത് പെണ്ണിനടാ ഇഷ്ടപ്പെടാത്ത? അമ്മയൊരു പെണ്ണല്ലേടാ, വീട് പോയി എപ്പോഴോ.
ഞാൻ അമ്മയെ നോക്കി. അമ്മ നാണിച്ചിങ്ങനെ ഇരിക്കുക. അമ്മ ഓപ്പണായി പറഞ്ഞത് കേട്ട് ഞാൻ ചിരിച്ചു. ഇപ്പോൾ അമ്മയുടെ മനസ്സിൽ അമ്മ ഒരു ചെറുപ്പ പെണ്ണാണ്. എനിക്കത് ഫീൽ ചെയ്ത് തുടങ്ങി. അങ്ങനെ ടൗൺ എത്തി. ഇവിടെ നിന്നും വേറെ വണ്ടി പിടിക്കണം. ബസ് വന്നു. ഇപ്രാവശ്യം ബസ്സിൽ വലത് സൈഡ് സീറ്റിൽ നടുക്കായിട്ട് ഞങ്ങളിരുന്നു. അമ്മ ഉള്ളിലും ഞാൻ സൈഡിലും. വണ്ടി പതിയെ നീങ്ങി തുടങ്ങി. ബസ്സിൽ അധികം ആളില്ല. ഉച്ചനേരമല്ലേ. ചെറുതായി മഴയും പെയ്യുന്നുണ്ട്. കാശ് വാങ്ങി കണ്ടക്ടർ ഡ്രൈവറോട് സംസാരിച്ചിരുന്നു. മുന്നിൽ കുറച്ച് പെണ്ണുങ്ങളും പിന്നെ അവസാന സീറ്റിൽ 1-2 പേരും മാത്രം. ഇത്രയും നേരം ഡീസൻ്റായിരുന്ന എൻ്റെ ഉള്ളിലെ വഷളൻ അങ്ങ് പുറത്തേക്ക് വരാൻ തുടങ്ങി. മഴ നല്ലവണ്ണം കനത്തു. ലക്കെന്ന് പറയട്ടെ, ഞാൻ ഷട്ടറിട്ടു. ഒട്ടുമിക്ക ഷട്ടറും കണ്ടക്ടർ ഇട്ടു. ഞാൻ പതുക്കെ അമ്മയ്ക്കറിയാം അത് സംഭവിക്കുമെന്ന്. എന്നെ പോലെ എന്നെ നോക്കിയ ആളിങ്ങനെ ചിരിച്ചു. ഞാൻ ഒഴിഞ്ഞു. തേച്ചു എൻ്റെ സാരി ഉലക്കൽ കേട്ടോ, എന്നിട്ട് അവസാനം നീതാക്കിയിട്ട് തരേണ്ടി വരും. ഇല്ലമ്മേ, ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഓരോന്നാക്കി. അമ്മയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. മുന്നിലേക്കും പിന്നിലേക്കൊക്കെ നോക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലമ്മേ. ഞാൻ ഇങ്ങനെ ഇതാക്കി. കണ്ടക്ടർ നോക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി. ഓരോ വശങ്ങളിത് കാണിക്കുകയാണ് ഞാൻ. അപ്പോൾ അതെ, കണ്ടക്ടർ ഇങ്ങോട്ട് ഇതായി. ആൾ തിരിച്ച് ഞങ്ങളുടെ സീറ്റ് കിടത്ത് മുന്നിലെത്തുമ്പോഴത്തേക്ക് അമ്മ തന്നെ ഓരോന്നിതാക്കി. അപ്പം എനിക്ക് മനസ്സിലായി ആൾക്ക് രസം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ലവനെക്കുറിച്ച് പറയണ്ടല്ലോ. ലവൻ അങ്ങോട്ട് സെറ്റായി. ശരിക്കും പറഞ്ഞാൽ ഓരോന്ന് കാട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന സ്ഥലം പോലും ഞങ്ങൾ മറന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടി ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താറായി. അതുവരെ ഇങ്ങനെ അങ്ങ് രസിച്ച് വരികയായിരുന്നു. മഴ ഒതുങ്ങി. ഞാൻ ഷട്ടർ തുറന്നു. പിന്നിലേക്ക് നോക്കി. അയാൾ എപ്പോഴോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ മെഡിക്കൽ കോളേജ് എത്തി. ഞങ്ങൾ ഇറങ്ങി. അമ്മ പതുക്കെ നടന്നത്. ഉള്ളിൽ കയറി. എടാ, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. എവിടെയാ? ഞാൻ അമ്മയ്ക്ക് വാഷ്റൂം കാണിച്ചു കൊടുത്തു. ആണുങ്ങളുടെ അതിൽ ഞാനും കയറി. ഞാൻ പുറത്തിറങ്ങി. അമ്മ വെയിറ്റ് ചെയ്തു. വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ വയ്യായിക? ഒന്നുമില്ല, ആകെ നനഞ്ഞ്. അവിടെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ചിരിച്ചു. ഇവിടെയും അങ്ങനെ തന്നെ. എടാ, എനിക്ക് മേല, ഞാൻ മാറ്റട്ടെ? എന്നാൽ കളഞ്ഞോ, എനിക്ക് എളുപ്പമായില്ലോ. ആണോ? എന്തിനെളുപ്പം? അമ്മ ഇങ്ങോട്ട് നടന്നേ. ഞാൻ കൈയിതാക്കി. അങ്ങനെ ഞങ്ങൾ വാർഡിലേക്ക് നടന്നു. ബെഡ് കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടേക്ക് നടന്നു. 2 ചേച്ചിമാരും അമ്മായിയും അവിടെയുണ്ട്. അമ്മ അവരോട് കാര്യങ്ങൾ തിരക്കി. എന്നോട് വിളിച്ച് നോക്കാൻ പറഞ്ഞു. വല്യമ്മയ്ക്ക് ഓർമ്മ പോയി കിടക്കുക. ഒരു രക്ഷയില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ബോറടിച്ചപ്പോൾ അമ്മയോട് ക്യാൻറ്റീനിൽ പോകാമെന്ന് പറഞ്ഞു. അമ്മ സമ്മതിച്ചങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ മനസ്സ് പെട്ടെന്ന് പഴയ ഓർമ്മയിലേക്ക് പോയി. പഠിക്കുന്ന സമയത്ത് ഇതിലെ അവളുടെ കൂടെ കറങ്ങിയതും കിട്ടുന്ന ഗ്യാപ്പുകൾ വെച്ചുള്ള ഓരോന്നും മുകളിൽ പോയി ചെയ്യാറുള്ള എല്ലാതും എനിക്കിങ്ങനെ ഓർമ്മ വന്നു. എൻ്റെ മാറ്റം അമ്മയെ ശ്രദ്ധിച്ചു. പക്ഷേ എന്നോടൊന്നും ചോദിച്ചില്ല. ക്യാൻറ്റീനിലെ പഴയ കമ്പനിക്കാരോടൊക്കെ വിശേഷങ്ങൾ പറഞ്ഞ് ഞാനും അമ്മയും ചായയൊക്കെ കുടിച്ച് അവിടെ നിന്നിറങ്ങി. തിരികെ വാർഡിലെത്തി. കുഴപ്പമൊന്നുമില്ല, സോഡിയം കുറഞ്ഞതാ, പിന്നെ ന്യൂമോണിയ സംശയമുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അമ്മയും ചേച്ചിമാരും ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ലാത്തിയടിക്കുന്നു. ഞാൻ ബെഡിൽ കയറിയിരുന്നു. അമ്മ എൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഞാനാണ് എങ്ങനെ നോക്കി ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ആരിനെ? അമ്മേനെ തന്നെ. അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെയും നോക്കുന്നൊക്കെയുണ്ട്. അമ്മയുടെ പിന്നിലൂടെ അപ്പുറത്തെ ബെഡിലെ ചേച്ചി എന്തോ തിരയാനായി കിടന്നു. പെട്ടെന്ന് അമ്മ എൻ്റെ അടുത്തേക്ക് കയറി നിന്നു. എൻ്റെ കാൽമുട്ടുമ്മേ ചെറുതായിട്ടൊന്നിതായി. അവർ നല്ല സംസാരത്തിലാണ്. അമ്മ എന്നെ നോക്കുന്നില്ല. പക്ഷേ ഞാൻ അറിഞ്ഞു അമ്മയുടെ അത് എന്നിലോട്ട് മുട്ടിയത്. ചെറുതായിട്ടൊന്നും അത് സംശയിച്ചു. പക്ഷേ നല്ല മൃദുവായിട്ട് സോഫ്റ്റായിട്ടുള്ളത് തട്ടുമ്പോൾ അത് തന്നെ ആവണമല്ലോ. എനിക്കാണെങ്കിൽ എല്ലാം കൂടായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുക. അതാണെങ്കിൽ ഒന്നും ഇതാവുന്നുമില്ല. സോ ഇങ്ങനെ ഇതാക്കിയേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അല്ലാതെ ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായി. അമ്മ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ വാഷ്റൂമിലേക്ക് പോയി വാതിലടച്ചു. പിന്നെ അവിടെ എന്തിട്ടായിരിക്കും? സ്വയം ഇങ്ങനെ ഇതാക്കി തിരിച്ചവിടേക്ക് ചെന്നു. അമ്മേനെ നോക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ഞാൻ വെച്ചിട്ടുണ്ട് എന്ന പോലെ ഒരു തലയാട്ടലും. ഒരു 1/2 മണിക്കൂറും കൂടി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
എന്താ ഓടിപ്പോകുന്ന കണ്ടല്ലോ, കളഞ്ഞോ മോൻ? അമ്മയുടെ കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യം. ഓ, അതൊക്കെ എവിടെയാണെന്ന് എനിക്കറിയാം, മോള് നടക്ക്. ഞാൻ അമ്മയെ തള്ളി നടന്നു. ഇറങ്ങാൻ ഒരു നിലയേ ഉള്ളൂ. ഞാൻ നിർബന്ധിച്ച് അമ്മയെ ലെഫ്റ്റിൽ കയറ്റി പിന്നിലേക്ക് നിർത്തി. 2-3 പേരുണ്ടതിൽ. പിന്നെ ചെന്ന് നിന്ന വഴിക്ക് ഞാൻ അമ്മയുടെ അവിടെയും ചെറിയൊരു പരിപാടി ഞാൻ കാട്ടിക്കൂട്ടി. ഇങ്ങനെയുണ്ടെന്ന് ഞാൻ പുരിക്ക് ഉയർത്തി ചോദിച്ചു. എന്നിട്ട് പിടുത്തം വിട്ടു. അങ്ങനെ താഴെ എത്തി. ഞങ്ങൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി. നടന്ന് അമ്മ എന്നെ കൈ നല്ല ശക്തിയായിട്ടൊരു അടിയടിച്ചു. അമ്മ അന്ന് പൊക്കഞ്ഞു പോയി അവിടെ. അങ്ങനെ ഓരോ കുസൃതികൾ ഒപ്പിച്ചും ചിരിച്ചും എല്ലാം മറന്ന് ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തിലേക്ക് കിടന്നു. ബസ്സിലിരിക്കുമ്പോൾ കോളേജ് നോക്കി എൻ്റെ കണ്ണിലെ സങ്കടം അമ്മ അറിയാതിരിക്കാൻ ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. അമ്മയ്ക്ക് ഉറക്കം വരുന്നെന്നും പറഞ്ഞ് എൻ്റെ തോളിലേക്ക് കിടപ്പായി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ സമയം 7 മണി. അമ്മ കുളിച്ച് അടുക്കളയിലേക്ക് കയറി. നല്ല ക്ഷീണം ഉണ്ടെന്നും പറഞ്ഞ് ഞാനും സഹായിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ലൈറ്റൊക്കെ ഓഫാക്കി കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. അച്ഛൻ കിടന്നു. അമ്മ സോഫയിൽ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ക്ഷീണമായില്ലേ? ഞാൻ എണ്ണീറ്റിരുന്ന് അമ്മയുടെ കാലൊക്കെ എടുത്ത് സോഫയും വെച്ച് അമ്മയുടെ അടുത്ത് കിടക്കാൻ പറഞ്ഞു. ഞാൻ മൊത്തം ഇതാക്കി മസാജ് ചെയ്താക്കി കൊടുത്തു. അങ്ങനെ നല്ല രീതിക്കൊക്കെ ഒഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ നല്ലവണ്ണം റിലാക്സായി. അമ്മ അങ്ങനെ മയക്കത്തിലേക്ക് വീണു. ഞാൻ അങ്ങനെ അമ്മേനോട് ഇതാക്കിയിട്ട് അകത്ത് പോയി കിടക്കാൻ പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും പോയി കിടന്നു. അന്നത്തെ ദിവസം അങ്ങനെ അവിടെ സന്തോഷമായിട്ട് അവസാനിച്ചു. പിറ്റേ ദിവസം അച്ഛൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ഒന്നും ആക്കാൻ പറ്റിയില്ല. ഞാൻ ഡീസൻ്റായി ഞാൻ ഡിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന ഡിഗ്രി കോഴ്സ് എൻ്റെ സെം സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഏകദേശം 12 മണിയൊക്കെ ആയി. അച്ഛൻ എങ്ങോട്ടോ പോകാൻ തയ്യാറായി നിൽക്കുക. എൻ്റെ മനസ്സിൽ 1000 പൂത്തിരി ഒരുമിച്ച് കത്തി. പെൻഷൻ വാങ്ങാനുള്ള പോക്ക. ഇനി 1 മണിക്കൂർ കിട്ടും. ഞാനും അമ്മയും മാത്രം വീട്ടിൽ. ഇത് ഞാൻ കലക്കും. അച്ഛാ, അമ്മ എവിടെ? എനിക്ക് വിശക്കുന്നു. അമ്മ കുളിക്കാൻ കയറി. നീ എടുത്ത് കഴിച്ചോ? ഈ നേരത്തൊരു കുളി. അച്ഛനൊന്ന് പോയാൽ മതി. വേഗം പോട്ടെ. ഞാൻ മനസ്സിൽ പറഞ്ഞ് തീരും മുന്നേ ഓട്ടോ വന്നു. അച്ഛന് വയ്യാത്തത് കൊണ്ട് മിക്ക ഓട്ടോക്കാരുടെ നമ്പർ അച്ഛൻ്റെ കയ്യിലുണ്ട്. എല്ലാവർക്കും അച്ഛന് വലിയ കാര്യവുമാണ്. അങ്ങനെ അച്ഛൻ പോയി. ഞാൻ മുന്നിലെ വാതിലടച്ചു. അവരുടെ മുറിയിൽ കയറി കട്ടിലിരുന്നു. ഞാൻ എൻ്റെ ഷർട്ടിൻ്റെ ഇതൊക്കെ മാറ്റി ഇതാക്കി. അമ്മ, കുറേ നേരമായല്ലോ, ഇറങ്ങി വന്നേ. നീ കഴിച്ചോടാ? അതൊക്കെ കഴിച്ചു. അമ്മ വേഗം ഒന്ന് ഇറങ്ങാവോ? ഇത് കഴിഞ്ഞു, ഇപ്പം ഇറങ്ങും. ഞാൻ ബെഡിലേക്ക് എനിക്കിങ്ങനെ ആ കുളിമുറിയുടെ വാതിൽ തുറക്കുന്നതും കാത്തിരുന്നു. വെള്ളം വീഴുന്ന ശബ്ദം നിലച്ചു. കുറച്ച് കഴിഞ്ഞ് വാതിൽ കുറ്റി തുറക്കുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്നു. മുന്നിലാരാ? എൻ്റെ പൊന്നമ്മ. എന്നെ കണ്ടതും അമ്മ വാതിൽ പെട്ടെന്നങ്ങ് അടച്ചു. നീ പോയില്ലേ? നീ ഒന്ന് പുറത്തിറങ്ങി നിൽക്കോ? ഇല്ല, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാടാ. എനിക്ക് അമ്മ എങ്ങനെ എന്നെ കാണണം. ഇറങ്ങി വാ ഇങ്ങോട്ട്. എനിക്ക് നാണം വരുന്നടാ, അതാ. പിന്നെ ഇത്രയായിട്ടും നാണം മാറിയില്ലേ? നിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ. ശരി, ഞാൻ കണ്ണടച്ചിരിക്കുക. എന്നാൽ ഇറങ്ങി വാ. ഇല്ല, നീ കണ്ണ് തുറക്കും. ഇല്ല, ഉറപ്പ്. ഞാൻ കണ്ണടച്ചിരുന്നു. നീ നോക്കി, ഞാൻ ഇരിക്കുന്നേ. അമ്മ പതിയെ വാതിൽ തുറന്നു. ഞാൻ കണ്ണടച്ചിരുന്നു. തുറക്കല്ലേ, ഞാൻ ഡ്രസ്സ് മാറുന്നവരെ. ശരി. ബക്കറ്റിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് ഞാൻ പക്കത്തിൽ കണ്ണ് തുറന്നു. അമ്മ കൊളുത്തിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ എടുത്ത് കയ്യിലിട്ട് ബക്കറ്റ് വെള്ളം ചുറ്റിച്ച് കളഞ്ഞ്. ഈ സമയം ഞാൻ അമ്മ അടിമുടിയൊന്ന് ഒപ്പിയെടുത്തു. തലമുടിയൊക്കെ തോർത്ത് വെച്ച് കെട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ കല്ലിങ്കി കയറി നോക്കിയാൽ മതി. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ അമ്മ ഇങ്ങനെ തിരിഞ്ഞെന്നുള്ളത് ഞാൻ കണ്ണടച്ചു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പം എന്തായാലും കണ്ടേ പറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അമ്മ, ആദ്യമായിട്ടല്ലേ ഞാനിങ്ങനെ കാണുന്നത്. എനിക്ക് കുത്തിയായിട്ട് വയ്യ അമ്മ. എനിക്ക് അമ്മ വരുന്ന കാണണം. ഞാൻ കണ്ണ് തുറന്നോട്ടെ. ഉറപ്പ് പറഞ്ഞതാ നീ തുറക്കില്ല എന്ന്. എന്നിട്ടെന്താ, നിൻ്റെ ഐഡിയ തന്നെയല്ലേ? അതൊക്കെ ശരി തന്നെ. കണ്ടില്ലെങ്കിൽ വല്ലാത്ത മിസ്സാകും. ഇത്ര ചുന്തിരിയായൊരു പെണ്ണിനെ ഇങ്ങനെ കാണാൻ കിട്ടിയിട്ട്. സോപ്പ് ഞാൻ ഇട്ടതാ മോനെ, നീ ഇടണ്ട കേട്ടോ. അമ്മ പ്ലീസ്, ചക്കരല്ലേ, ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങും, ഉറപ്പാ. അമ്മ കുറച്ച് നേരം ഒന്നും മിണ്ടിയില്ല. അമ്മ, തുറന്നോട്ടെ. തുറന്നോ. ഞാൻ കണ്ണ് തുറന്നു.
അങ്ങനെ ഞാൻ ഓരോ കുസൃതി കാട്ടുമ്പോൾ അമ്മ ഇങ്ങനെ കണ്ണടച്ച് നിൽപ്പായി. പെട്ടെന്ന് ഞാൻ നിർത്തി. പൊന്നുമോൻ എന്താ ആലോചിക്കുന്നേ? ഞാൻ കണ്ണാടിയിൽ അമ്മയെ നോക്കി. ഒന്നുമില്ല. എന്നാലും പറ. അല്ല, സമയം തീരെയില്ല, അതാലോചിച്ചതാ. അതിന് മനസ്സിൽ കാണുന്നതൊന്നും നടക്കാൻ പോണില്ല മോനെ. എൻ്റെ മനസ്സിലൊരു മിന്നലുണ്ടായി. നടക്കാനേ പോകുന്നില്ലേ എന്നല്ല, ഇന്ന് നടക്കാൻ പോകുന്നില്ല എന്ന്. അച്ഛനെപ്പോൾ വേണേലും വരാം. ഉള്ള സമയം നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ. എനിക്കിനിയും പിടിച്ചിരിക്കാൻ പറ്റില്ലമ്മ. ഞാൻ ഓരോ കുസൃതി വീണ്ടും കാണിച്ചു. അപ്പോൾ വർഷങ്ങളായി ഞാൻ പിടിച്ച് നിൽക്കുന്നതോ മുത്തേ? ഞാൻ അമ്മയെന്ന് നോക്കി. അമ്മയുടെ മുഖം മാറാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചേർത്തതാക്കി. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഒരു തകർപ്പൻ പരിപാടിയായിരുന്നു അവിടെ. ഇത് ഞാൻ സൈഡിലിട്ടേക്കാം, നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, സോറി കേട്ടാൽ മതി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടിയില്ല. ഞാൻ അമ്മയ്ക്ക് ഓരോന്നിതായി. എൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. അമ്മ കുളിക്കാൻ കയറി. പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ അമ്മയുടെ മുറിയിൽ കയറി. അമ്മ കുളിച്ച് വന്ന് കിടപ്പായി. ഞാൻ അങ്ങനെ കൂടിയതായി. ലവ് യു ടു. അമ്മയുടെ ഫോൺ റിങ്ങിയതിൻ്റെ ശബ്ദം. ഞാനെടുത്ത് നോക്കി. അച്ഛനാ. ദൈവമേ. ഞാൻ ലൗഡിലിട്ട് അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ നീ അവരുടെ സംഭാഷണമാണേ. അച്ഛ പറയേ. അതെ, ഞാൻ വരുമ്പിച്ചിട്ട് ലേറ്റ് ആവും കേട്ടോ. സജീവൻ്റെ അമ്മ മരിച്ചു. ഞാൻ അവിടെ കയറിയിട്ടേ വരും. അതെയോ? വയ്യാതിരിക്കുകയായിരുന്നോ? അതെ, പ്രായമുണ്ട്. ട്രഷറിയിലത് കഴിഞ്ഞോ? ഞാൻ ഇറങ്ങുക. ശരി. അച്ഛനോട് എങ്ങും പോകണ്ടെന്ന് പറഞ്ഞേക്ക്. ശരി. ഓക്കെ. ഫോൺ കട്ടായി. അമ്മ എനിക്ക് നേരെ തിരിഞ്ഞ് കിടന്നു. മൊത്തമൊരു കാത്തിരിക്കാൻ പറഞ്ഞിട്ടിപ്പോൾ എന്തായി? ഞാൻ അമ്മയോട് ചോദിച്ചു. പിന്നെ അങ്ങ് വല്ലാണ്ടായിപ്പോടാ നിൻ്റെ ഒക്കെ കൂടെ കണ്ടപ്പോൾ. ഏത്? അച്ചു, എനിക്ക് വയ്യാട്ടോ. ഇങ്ങനെയാണെങ്കിൽ മിണ്ടില്ല. ഏത്? അത് തന്നെ. ഇഷ്ടമായോ? ഒരുപാട്. അപ്പോഴത്തെ ഒരു ആവേശത്തിൽ പറഞ്ഞതാ. എനിക്ക് നല്ല പേടിയായിരുന്നടാ വേദനിക്കുന്നു. അവസാനത്തെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വേദനയായി. സത്യം പറ, നീ മനഃപൂർവ്വം ചെയ്തതല്ലേ അതൊക്കെ? ഞാൻ ഇങ്ങനെ ഇതായി പറയിച്ചു. ഞാൻ പറഞ്ഞ സത്യമല്ലേ? അമ്മ ഒരിക്കലും മറക്കരുത്. എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിലേ ഒരു സുഖമുള്ളൂ. അമ്മ എൻ്റെ മുഖത്തോട്ട് ഇതാക്കി. നിനക്ക് എന്താ പറയുക, എനിക്കാണ് എൻ്റെ പ്രാണം പോയി തിരിച്ച് വന്നു കേട്ടല്ലോ. തിരിച്ച് വന്നല്ലോ, അത് മതി. ഞാൻ ചിരിച്ചു. അല്ല, അതിൻ്റെ മോള് തിരിച്ച് നല്ലത് തന്നിട്ടുണ്ടല്ലോ. നോക്ക് ഞാനിട്ട്. ഇങ്ങനായോ അമ്മ? സോറി അച്ചു പറഞ്ഞു. അമ്മ അറിയാതെ അല്ലേ, ഞാൻ മനഃപൂർവ്വമല്ലല്ലോ. എന്നാലും സോറി. സാരില്ല, പോട്ടോ. നീ പറഞ്ഞ പോലെ തന്നെ അത് മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നടാ. അപ്പം പിന്നെ ഒക്കെ കൂടെ ആയപ്പോൾ കയ്യിൽ നിന്ന് പോയി. ഇഷ്ടമായോ എന്ന സ്ഥിരം ക്ലീശ ചോദ്യം ഞങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു. മൊബൈലിൽ അലാറം 20 മിനിറ്റ് ഇട്ടു. ഞാൻ അമ്മ ഇങ്ങനെ ആക്കി. ഇനി ഒരിക്കലും കിട്ടില്ലല്ലോ ചിലപ്പോൾ. സോ ആ ഒരു ഇതിൻ്റെ ഓർമ്മകളിലൂടെ അമ്മയെ തൃപ്തിയാക്കിയെന്ന സംതൃപ്തിയും ഞാനും ചെറിയൊരു മയക്കത്തിലേക്ക് വീണു. അതോടുകൂടി നമ്മുടെ കഥ ഇവിടെ തീരുക. കഥ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട. കമൻറ്റിലും കൂടി കാര്യം അറിയിക്കുക. പിന്നെ ജലദോഷമാണ്, മൂക്കിൻ്റെ കാര്യം പറയാൻ നിൽക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇല്ലതാണ്. എന്നാലും മാക്സിമം ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കഥയായിട്ട് കാണുന്നവരെ ബൈ.